The reading of the word. നമുക്ക് തിരുവെഴുത്ത് വായിക്കാം. ഈ സമാപന യോഗത്തിൽ ഞാൻ നിങ്ങളോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം, അവർ നക്ഷത്രം തിളങ്ങുന്ന കൊടി എന്ന പാട്ട് പാടുമ്പോൾ നാം എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെയല്ലേ? എങ്കിൽ പിന്നെ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി എന്തുകൊണ്ടായിക്കൂടാ? ഇതൊരു ബഹുമാനമാകുന്നു. ഇപ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം തൊട്ട് തിരുവെഴുത്തിന്റെ ഒരു ഭാഗമായ 12ഉം 13ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. എന്റെ വിഷയം അടയാളമാകുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. അവന്റെ നിശബ്ദമായ ഈ പരിശുദ്ധ നാഴികയിൽ നാം പ്രാർത്ഥനയിൽ കൂടി അവനെ സമീപിക്കുന്നതിന് മുമ്പായി ഇന്നുച്ചനേരം ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അപേക്ഷയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ മാത്രം ഉയർത്തിക്കൊണ്ട് അവൻ നിങ്ങൾക്ക് ചെയ്യാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വിചാരിക്കുക. ഈ കെട്ടിടത്തിൽ എവിടെയായിരുന്നാലും അവൻ നിങ്ങൾക്ക് ചെയ്യാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഹൃദയത്തിൽ വിചാരിക്കുക. സ്വർഗീയ പിതാവേ, അവിടുന്ന് നീ മാറ്റമില്ലാത്ത ദൈവമാകുന്നു. ഇന്നുച്ച സമയം ഞങ്ങളുടെ കരങ്ങൾ നിങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുമ്പോൾ നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ എന്റെ കൈകളും ഉയർന്നിരിക്കുന്നുവെന്ന് അവിടുന്ന് ശ്രദ്ധിക്കണമേ. എന്റെ അപേക്ഷയെ ഞാൻ പൊതുവായി അറിയിക്കുന്നു. അത് കർത്താവേ, നീ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സൗഖ്യപ്പെടുത്തുകയും നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും രക്ഷിക്കണമേ എന്നാകുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. ഇപ്പോൾ കർത്താവെ, ഞങ്ങളെ ഒത്തൊരുമിച്ച് വിശ്വസിക്കാൻ ഇടയാക്കിയിട്ട് നിന്റെ വിശ്വാസികളായ മക്കളാക്കുവാൻ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ യോഗത്തിന് വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. സഹോദരൻ ഗ്രാൻഡിനു വേണ്ടിയും അദ്ദേഹത്തോട് ഒപ്പമുള്ള സകല പ്രവർത്തനക്കാർക്കും സഭകൾക്കും ജനങ്ങൾക്കും വേണ്ടി നന്ദി പറയുന്നു. കൂടാതെ കർത്താവെ, നീ ഞങ്ങൾക്കായി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാകുന്നു. പിതാവെ, ഒരുപക്ഷെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളിൽ പലരും മറുഭാഗത്ത് കണ്ടുമുട്ടുന്നതുവരെ ഇവിടെ ഒരിക്കലും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടാനിടയായില്ല എന്ന് വന്നേക്കാം. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന അവസാനത്തെ യോഗമായിരിക്കാം. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. എന്റെ പക്കലുള്ള ഒരു തുണ്ട് കടലാസിൽ കുറച്ച് തിരുവെഴുത്തുകളും മറ്റു കാര്യങ്ങളും എനിക്ക് എഴുതിയതായിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഇത് ഓർക്കുവാൻ കഴിയുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, എനിക്കിപ്പോൾ 25 വയസ്സായിരിക്കുന്നു. അത് 2 വട്ടം കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ പഴയതുപോലെ എനിക്ക് ഓർക്കാൻ കഴിയില്ല. യോഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കൂടാതെ വളരെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇന്നുച്ചയ്ക്കത്തെ നമ്മുടെ വിഷയം എന്നത് അടയാളമാകുന്നു. നമ്മുടെ രംഗം ആരംഭിക്കുന്നത് മിസ്രൈമാകുന്നു. നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം ആദരവോടെ ഇരുന്ന് ഇവിടെയുള്ള ഈ ചിത്രത്തെ നിങ്ങൾ എല്ലാവരും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്രൈം ഈ രംഗത്തിന്റെ സ്ഥാനവും ഈ രംഗത്തിന്റെ സമയം പുറപ്പാട് തുടങ്ങാൻ പോകുന്നതുമാകുന്നു. ഇപ്പോൾ ഇത് ഈ കാലത്തിന്റെയും ഒരു മാതൃകയായിട്ട് നാമും ഒരു പുറപ്പാടിനെ നേരിടുകയാണെന്ന് കാണിക്കുന്നു. ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്തു സഭയിൽ നിന്നും മണവാട്ടിയെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു മാതൃകയാകുന്നു. അങ്ങനെ നാം വേറൊരു പുറപ്പാടിലാകുന്നു. ഇപ്പോൾ നാം തിരുവെഴുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ മുഖ്യഭാഗങ്ങളെ മാത്രം കണ്ടുപിടിക്കാനുള്ള സമയമേ ഉള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. ദൈവം ഒരു ദേശത്തെ മറ്റൊരു ദേശത്തു നിന്നും പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവം മണവാട്ടിയെ സഭയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. മണവാട്ടി എല്ലാ സഭകളിൽ നിന്നും വിളിക്കപ്പെട്ടതായിരിക്കും. അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് പുറത്തു കൊണ്ടുവരപ്പെടും. അങ്ങനെ നാം ഇപ്പോൾ ആ പുറപ്പാടിന്റെ വക്കിലായിരിക്കുന്നു. കാരണം നാം അവിടെ നിൽക്കുന്നുവെന്നുള്ളതിന്റെ എല്ലാവിധ തിരുവെഴുത്ത് തെളിവുകളും ഉണ്ടായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പലവട്ടവും പറയപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ എന്റെ സ്നേഹിത, ഒരു വട്ടം ഇത് അവസാനമായി പറയപ്പെട്ടിരിക്കും. അപ്പോൾ സമയം നിത്യത്തിലേക്ക് മാഞ്ഞു കഴിഞ്ഞിരിക്കും. അവനൊരു മണവാട്ടിയെ ഒരു സഭയിൽ നിന്നും എടുക്കുന്നതിനായി വരുന്നു.
അടയാളം എന്ന കാര്യമാണ് ഈ രണ്ട് രാജ്യങ്ങളായ മിസ്രൈമിനും ഇസ്രായേലിനും തമ്മിൽ വ്യത്യാസമുണ്ടാക്കിയത്. അവരെല്ലാം മനുഷ്യജീവികളും എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരും ദൈവത്തിന്റെ കൈപ്പണിയുമായിരുന്നു. എന്നാൽ മരണശിക്ഷ വന്നപ്പോൾ ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള വ്യത്യാസം ഈ അടയാളമായിരുന്നു. അതുകൊണ്ട് ദൈവപുത്രന്റെ വരവിലും അവൻ തന്റെ മണവാട്ടിയെ സഭയിൽ നിന്നും കൊണ്ടുവരുമ്പോൾ അവിടെ വ്യത്യാസമുണ്ടാക്കുന്നത് ഈ അടയാളമായിരിക്കും. ഇപ്പോൾ ഈ കാര്യം സത്യമാണ് എന്ന് ഇന്ന് ഉച്ചനേരം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടറിയുക. അടയാളമായിരിക്കും അവിടെ വ്യത്യാസമുണ്ടാക്കുന്നത്. അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ദൈവം ഏതെങ്കിലും ഒരു ദിവസം ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണ്. ഞാൻ കത്തോലിക്കരായ ജനങ്ങളോട് ഈ ലോകത്തിൽ ആരെ അവൻ ന്യായം വിധിക്കുമെന്നും എന്തിനാൽ അവൻ ന്യായം വിധിക്കുമെന്നും ഞാൻ ചോദിക്കുകയാണെങ്കിൽ സഭയാൽ ന്യായം വിധിക്കുമെന്ന് അവർ പറയും. ഏത് സഭയാൽ ന്യായം വിധിക്കും? കത്തോലിക്ക സഭയാൽ ന്യായം വിധിക്കുമെന്ന് അവർ പറയും. ഏത് കത്തോലിക്ക സഭയാൽ ചെയ്യും? അവരിൽ വളരെയധികം കൂട്ടരുണ്ടല്ലോ. മെത്തഡിസ്റ്റുകാർ പറയും മെത്തഡിസ്റ്റുകാരാൽ ന്യായം വിധിക്കുമെന്ന്. എങ്കിൽ ബാപ്റ്റിസ്റ്റുകാരെല്ലാം പുറത്തായിരിക്കുന്നു. നിങ്ങൾ ബാപ്റ്റിസ്റ്റ് സഭയാൽ ന്യായം വിധിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം പുറത്താകുന്നു. പെന്തിക്കോസ്ത് സഭയാൽ ന്യായം വിധിക്കുമെന്ന് പെന്തിക്കോസ്തുകാർ പറയുമ്പോൾ അതിന് പുറമേ ഉള്ളവരെല്ലാം പുറത്തായി പോകും. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത് തന്നെ അതിനെ കുഴപ്പത്തിലേക്കും അതത്രയും കുഴപ്പത്തിലായിട്ട് മനസ്സിനെയും കുഴപ്പത്തിലാക്കുന്നു. എന്നാൽ ദൈവത്തിന് തന്റെ സ്വന്തമായ ഒരു വഴിയുണ്ടായിട്ട് അവൻ ഭൂമിയെ ന്യായം വിധിക്കാൻ പോകുന്നത് കത്തോലിക്ക സഭയാലോ പ്രൊട്ടസ്റ്റന്റ് സഭയാലോ അല്ല ചെയ്യുന്നത്. എന്നാൽ അവൻ യേശു ക്രിസ്തുവിനാൽ ഈ ലോകത്തെ ന്യായം വിധിക്കും. അവിടെ യേശു വചനമാകുന്നു. അതിനാൽ നാം തിരികെ വീണ്ടും ബൈബിളിലേക്ക് വരുന്നു. അവൻ ബൈബിളിനാൽ ലോകത്തെ ന്യായം വിധിക്കും. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയുടെ പുസ്തകവും അത് യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ വെളിപാടമാകുന്നു. അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു മാറ്റുവാനോ അതിനോട് എന്തെങ്കിലും ചേർക്കാനോ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അതിനുള്ള ശിക്ഷ എന്നത് ജീവന്റെ പുസ്തകത്തിൽ നിന്നും നിങ്ങളുടെ പേരെടുത്തു കളയപ്പെടുമെന്നതാകുന്നു. ആ പുസ്തകത്തിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മെ അതിന്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അടയാളത്തെ നാം കാണുന്നു. ഒരടയാളം എന്നാൽ എന്താകുന്നു? ഒരടയാളം എന്ന് പറയുന്നത് വില കൊടുക്കപ്പെട്ടതിന്റെ ഒരു ചിഹ്നമാകുന്നു. അത് നാം തീവണ്ടിയിൽ യാത്ര ചെയ്യാനും ബസ്സിൽ യാത്ര ചെയ്യാനും വേണ്ടി കാശെടുത്തുകൊണ്ട് ഒരു സ്റ്റേഷനിലേക്ക് പോകുന്നത് പോലെയാണ്. ബസ്സുകളിലും മറ്റും ഈ അടയാളം ഉപയോഗിക്കുന്നിടത്ത് കാശ് വാങ്ങുന്നതിന് അവർക്ക് അനുമതി നൽകിയിട്ടില്ല. വിമാനങ്ങളിലും അതുപോലെയുള്ള യാത്രയിലും അവർക്ക് കാശ് വാങ്ങിക്കാൻ കഴിയില്ല. അവിടെ ഈ അടയാളമാണ് ഉപയോഗിക്കപ്പെടുന്നത്. നിങ്ങൾ ടിക്കറ്റ് വാങ്ങുന്ന കൗണ്ടറിലേക്ക് പോയിട്ട് നിങ്ങളുടെ കാശ് അവിടെ കൊടുത്തിട്ട് ഈ അടയാളം എന്ന വിശേഷ കാര്യത്തെ വാങ്ങുന്നു. ഈ അടയാളം എന്ന് പറയുന്നത് നിങ്ങളുടെ യാത്രക്കൂലി അടച്ചിരിക്കുന്നുവെന്നുള്ളതിന്റെ ഒരു ചിഹ്നമാകുന്നു. നിങ്ങളൊരു കപ്പലിൽ യാത്ര ചെയ്യുന്നതിനോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനോ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനോ അങ്ങനെ എന്തിലായാലും അതിനുവേണ്ടിയുള്ള ഈ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലായിരിക്കുമ്പോൾ നിങ്ങളുടെ യാത്രക്കൂലി അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അത് കാണിക്കുന്നു. ഇപ്പോൾ ഇത് ഓർമ്മയിൽ വെച്ചുകൊള്ളുക, മറന്നുകളയരുത്. ഇസ്രായേലിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നത് ദൈവത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. ഒരു നിരപരാധിയായ പകരം വെക്കലായി യഹോവ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആവശ്യപ്പെട്ടു. ദൈവം ഒരു നിർണയമെടുക്കുമ്പോൾ അവൻ ഒരിക്കലും അതിൽ നിന്ന് മാറുന്നില്ല എന്ന് നാം കഴിഞ്ഞുപോയ ആഴ്ചകളിൽ കൂടെ കണ്ടിരുന്നു. ആദ്യമായിട്ട് മനുഷ്യന് വീഴ്ച പറ്റിയപ്പോൾ അവനെ തിരികെ കൊണ്ടുവരുന്നതിന് ദൈവത്തിനൊരു വഴിയുണ്ടാക്കേണ്ടിയിരുന്നു. അവൻ എപ്പോഴെങ്കിലും അവനെ വീണ്ടെടുക്കണമെങ്കിൽ അതിനുവേണ്ടി അവനൊരു തീരുമാനമെടുക്കുകയും അവൻ മനുഷ്യനെ നിഷ്കളങ്കനായ ഒരുവന്റെ രക്തത്താൽ രക്ഷിക്കുകയും ചെയ്തു. അവൻ എന്നേക്കുമായി ഈ കാര്യം ചെയ്തിരിക്കുകയും അവൻ ഒരിക്കലും അതിൽ നിന്ന് മാറിയിട്ടുമില്ല. രക്തത്തിന് കീഴിൽ മാത്രമല്ലാതെ ഏതൊരു ആരാധനക്കാരനെയും മറ്റേതൊരു സ്ഥലത്തും അവൻ കണ്ടുമുട്ടുകയില്ല. അതവന്റെ ഏകസ്ഥാനമാകുന്നു. നാം ദൈവത്തെ നമ്മുടെ വേദശാസ്ത്രത്തിന് കീഴിലായും നമ്മുടെ വിഭാഗീയ സഭകളിൽ കൂടിയും നമ്മുടെ വിദ്യാഭ്യാസ പരിപാടികൾക്ക് കീഴിലായും കണ്ടുമുട്ടുന്നതിന് ശ്രമിക്കുന്നു. ചിലർ ഗോപുരങ്ങളും നഗരങ്ങളും ബാബിലോണും ബാബേൽ ഗോപുരവും അങ്ങനെ പല വ്യത്യസ്തമായ പലതരത്തിലുള്ള കാര്യങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ സത്യ നമസ്കാരിയെ രക്തത്തിനടിയിൽ വെച്ച് മാത്രം കണ്ടുമുട്ടുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും അതേപോലെ തന്നെ അവശേഷിക്കുന്നു. അവൻ അതിൽ നിന്നും ഒരിക്കലും മാറിയിട്ടില്ല. നമുക്കെല്ലാവർക്കും മെത്തഡിസ്റ്റുകാരായിരിക്കാനോ എല്ലാവർക്കും പെന്തിക്കോസ്തുകാരായിരിക്കാനോ എല്ലാവർക്കും ഇതോ അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാൻ കഴിയില്ല. നാം തമ്മിൽ വിയോജിക്കും. എന്നാൽ ഞാനൊരു വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അത് കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ എന്തു തന്നെയും ആയിരിക്കട്ടെ, അദ്ദേഹം രക്തത്തിനടിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സഹോദരന്മാരാകുന്നു. അദ്ദേഹം ആ രക്തത്തിനടിയിലായിരിക്കുന്നിടത്തോളം അദ്ദേഹം എവിടെയായിരുന്നാലും അതെനിക്കൊരു കാര്യമല്ല. ഇസ്രായേലിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാട് യഹോവയുടെ ആവശ്യവും അതിന്റെ രക്തമെന്നത് ആ ആവശ്യം നടത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളവുമായിരുന്നു. മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നതിനുള്ള വീണ്ടെടുക്കലിന് വേണ്ടി ദൈവം ഒരു മൃഗം അറുക്കപ്പെടുന്നതിനായി ആവശ്യപ്പെട്ടു.
ഈ അറുക്കപ്പെട്ട മൃഗത്തിന്റെ രക്തം വാതിലിന്റെ കട്ടളക്കാലിന്മേൽ അപേക്ഷിക്കുകയും അത് യഹോവ ആവശ്യപ്പെട്ട കാര്യം നിവൃത്തിയായിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ കുഞ്ഞാട് അടയാളമായിരുന്നില്ല, രക്തം അടയാളമായിരുന്നു. അറുക്കപ്പെട്ട ബലിയിൽ നിന്നും ജീവൻ പൊയ്ക്കഴിയുകയും രക്തം അതിന്റെ അടയാളവുമായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ അങ്ങനെ നിർവഹിക്കപ്പെട്ടിരുന്നു. രക്തം അതിനടയാളമായി നിൽക്കുകയും അതൊരു വിശ്വാസി ആവശ്യമെന്തായിരുന്നു അത് കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ചിഹ്നവുമായിരുന്നു. അതായിരുന്നു അടയാളം. ശരി, അങ്ങനെയെങ്കിൽ വിശ്വാസിയുടെ ആരാധന തന്റെ ബലിയോടൊപ്പം തിരിച്ചറിയപ്പെട്ട് കാണുന്നു. ഇവിടെ ഇതാ ആലയവും ആരാധനക്കാരനും നിൽക്കുന്നു. എന്തായിരുന്നു ആവശ്യം? ഒരു കുഞ്ഞാടിനെ അറക്കുക. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. അത് ഊനമില്ലാത്ത ചെമ്മരിയാടോ കോലാടോ ആയിട്ട് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം അതിനെ അറുക്കണം. അതിന്റെ രക്തം ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് രക്തത്തിൽ മുക്കി കട്ടളക്കാലിന്മേൽ പുരട്ടണം. ഈസോപ്പ് ചെടി എന്ന് പറയുന്നത് വെറും സാധാരണയായി കാണപ്പെടുന്ന ഒരു പാഴ്ചെടി മാത്രമാകുന്നു. ഈസോപ്പ് എന്ന് വെച്ചാൽ നിന്റെ വിശ്വാസം എന്നർത്ഥമാകുന്നു. ചിലർ പ്രകൃതിയാതീതമായ വിശ്വാസത്തിന് ശ്രമിക്കുന്നു. ആ കാരണത്താലാണ് നിങ്ങൾക്ക് രോഗശാന്തി കിട്ടാതെ പോകുന്നത്. വിശ്വാസം എന്നത് ഒരു സാധാരണമായ കാര്യമാകുന്നു. നിങ്ങൾക്ക് പള്ളിയിൽ വരുന്നതിനുള്ള വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് പുറത്തു നടക്കുന്നതിനുള്ള വിശ്വാസമുണ്ട്, നിങ്ങളുടെ മോട്ടോർ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് അത്താഴം കഴിക്കുന്നതിനുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ സാധാരണയുള്ള വിശ്വാസവും അപ്രകാരമാണ്. അതുകൊണ്ട് ഇപ്പോൾ രക്തം അപേക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഈസോപ്പ് ചെടി എന്നത് പലസ്തീനിൽ എവിടെയും സാധാരണമായി കാണപ്പെടുന്ന ഒരു പാഴ്ചെടി മാത്രമാകുന്നു. അത് രക്തം അപേക്ഷിക്കുന്നതിനുള്ള വിശ്വാസം എന്നത് എന്തെങ്കിലും അത്യധികമായ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡോക്ടറിന്റെ ബിരുദവും അങ്ങനെ മറ്റും ചെയ്യുന്നതിന് ആവശ്യമില്ല എന്ന് കാണിക്കുന്നു. അത് സാധാരണമായ എല്ലാ ദിവസവും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം മാത്രമാകുന്നു. ഈസോപ്പ് ചെടി കൊണ്ട് വിശ്വാസത്താൽ രക്തത്തെ അപേക്ഷിക്കുക. അതിനുശേഷം ആരാധനക്കാരൻ രക്തത്തിനടിയിലായി കാണപ്പെടുകയും അത് യഹോവയുടെ കൽപ്പനയെ ആരാധനക്കാരൻ നിർവഹിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുകയും അവൻ അതിനോടൊപ്പം തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു. യഹോവ ആവശ്യപ്പെട്ടതായി അറുക്കപ്പെട്ട കുഞ്ഞാടിനോട് അവൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ അടയാളം കാണിക്കുന്നു. യഹോവ ആവശ്യപ്പെട്ട ജോലി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അത് ഇന്ന് ക്രിസ്തുവിന്റെയും ഒരു വിശ്വാസിയുടെയും തമ്മിലുള്ള എത്ര സമ്പൂർണമായ ഒരു മാതൃകയാകുന്നു. അടയാളം വിശ്വാസിക്ക് പ്രദർശിക്കപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ജോലി നിർവഹിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അത് കാണിക്കുന്നു. അതിനുശേഷം രക്തം തിരിച്ചറിയലിന്റെ അടയാളമായിരിക്കുന്നു. അങ്ങനെ രക്തം അത് സ്വയമായിട്ടാകുന്നു. കുഞ്ഞാട് രക്തം ചിന്തുകയും മരിക്കുകയും അതിന്റെ രക്തം ഭിത്തിയിലുമായിരിക്കുന്നു. ഇപ്പോൾ രക്തത്തിനുള്ളിൽ മൃഗത്തിന്റെ ജീവനായിരുന്നു. രക്തത്തിനുള്ളിൽ ജീവനുണ്ട് എന്ന് നാം അറിയുന്നു. ബൈബിൾ അപ്രകാരം പറയുകയും ശാസ്ത്രം അതിനെ തെളിയിക്കുകയും ചെയ്യുന്നു. ആ കാരണത്താൽ മൃഗം അറുക്കപ്പെടുമ്പോൾ രക്തം മൃഗത്തിൽ നിന്നും ശിഥിലമാക്കപ്പെടുകയും രക്തത്തിന്റെ രസതന്ത്രം അടയാളത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ രക്തത്തിലുള്ള ജീവൻ വിശ്വാസികളുടെ മേൽ വരാൻ കഴിയുകയില്ല. കാരണം അതൊരു മൃഗത്തിന്റെ ജീവനാകുന്നു. ഒരു മൃഗീയ ജീവനും ഒരു മനുഷ്യ ജീവനും തമ്മിൽ പരിപൂർണമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു മൃഗത്തിന്റെ രക്തത്തിൽ യാതൊന്നും തന്നെയില്ല. ഒരു മൃഗത്തിന്റെ രക്തമെടുത്ത് നിങ്ങളുടെ ഉള്ളിലിടുക, നിങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് മനുഷ്യന്റെ രക്തത്തിൽ നിന്നും മൃഗത്തിന്റെ രക്തം വ്യത്യസ്തമായ ജീവനോട് കൂടിയതാകുന്നു. കാരണം മനുഷ്യന്റെ ഉള്ളിൽ ഒരു പ്രാണനുണ്ട്, എന്നാൽ മൃഗത്തിന് ഒരു പ്രാണനില്ല. ആ കാരണത്താൽ രക്തം സ്വയം, അതായത് ഈ ചുവന്ന രസതന്ത്രം രക്തത്തിലുള്ള രാസവസ്തുക്കൾ കുഞ്ഞാട് മരിച്ചു എന്നതിന്റെ അടയാളമായി പുറത്തുള്ള വാതിലിന്മേൽ മാത്രം നിന്നിരുന്നു. കാരണം കുഞ്ഞാടിന്റെ ജീവന് ആരാധനക്കാരനായ മനുഷ്യന്റെ മേൽ തിരികെ വരാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഇത് ഇന്നത്തേക്ക് ഒരു മാതൃക മാത്രമായിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാസവസ്തുക്കളുടെ രക്തമല്ല, എന്നാൽ ആ രക്തത്തിലുള്ള ജീവനായ പരിശുദ്ധാത്മാവാകുന്നു. ദൈവം നമ്മോട് കൽപ്പിച്ച പ്രകാരം നാം സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് തിരികെ വന്ന് അതിന്റെ അടയാളമായി നിൽക്കുന്നു. അങ്ങനെ ഈ അടയാളം പ്രാപിച്ചുകൊണ്ട് നാം നമ്മുടെ ബലിയുമായി സമ്പൂർണ്ണമായി തിരിച്ചറിയപ്പെടുന്നു. ഇതിലും കൂടുതൽ വിശദമായിട്ട് എന്തെങ്കിലും കൂടുതലായിട്ടുള്ളതായി എനിക്കറിയില്ല. ഈ വീടും രക്തത്തിനടിയിലാകുന്നുവെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞിരുന്ന ഏക വഴി എന്നത് രക്തത്തിന്റെ രസതന്ത്രം ആ വീടിന്റെ കട്ടളമേൽ അപേക്ഷിക്കുന്നതിനാൽ മാത്രമാണ്. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഈ രക്തത്തെ അതവിടെ ഉണ്ടോ എന്ന് നോക്കിക്കാണുമായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഒരു മാതൃകയാകുന്നു. അക്ഷരാർത്ഥത്തിലുള്ള യേശുവിന്റെ രക്തം നാം ഓരോരുത്തരുടെ മേൽ വരാൻ കഴിയുന്നതല്ല. കാരണം അവന്റെ ശരീരത്തിൽ അവന് വളരെ ധാരാളം രക്തമുണ്ടായിരുന്നു. അതവന്റെ ശരീരത്തിൽ നിന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറ്റിറ്റ് വീണു. എന്നാൽ അതൊരു അടയാളത്തിന് വേണ്ടി ആയിരുന്നില്ല. ജീവൻ, അതായത് രക്തത്തിലുണ്ടായിരുന്ന ജീവൻ ഇപ്പോൾ അടയാളമാകുന്നു. അത് ഞാൻ ബൈബിളിൽ നിന്നും ഒരു നിമിഷത്തിനുള്ളിൽ തെളിയിക്കുന്നതാണ്.
അത് നാം ഓരോരുത്തരുടെയും മേലും നാം നമ്മുടെ ബലിയുമായി തിരിച്ചറിയപ്പെടുകയും യഹോവയുടെ കൽപ്പനയെ നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് കാണിക്കുന്നതിനുള്ള അടയാളമാകുന്നു. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. ശ്രദ്ധിക്കുക, അത് അവരെ കാണിക്കുന്നില്ല, എന്നാൽ കർത്താവ് വിളിക്കുന്ന ഏവർക്കുമുള്ളതാകുന്നു. വളരെ പേർ അവർ വിളിക്കപ്പെട്ടവരെന്ന് വിചാരിക്കുന്നു, എന്നാൽ കർത്താവ് വിളിക്കുന്ന ഏവർക്കുമാകുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ കാര്യം തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞതാണ്. എങ്കിൽ പരിശുദ്ധാത്മാവ് ഈ കാലത്തേക്ക് വേണ്ടി അല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ എടുക്കുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നതെന്ന് കാണുക. നിങ്ങൾ നിങ്ങളുടെ ബലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ ചിഹ്നമായ അടയാളത്തെ അവർ നിരസിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്താൽ അത് എഴുതപ്പെട്ടിരിക്കുന്ന അതേ രീതിയിൽ കൂടി നോക്കിയാൽ ഇത് വളരെ സാധാരണമാണ്. രക്തം നമ്മെ വഹിക്കുകയും അത് പരിശുദ്ധാത്മാവിന്റെ അടയാളമായ ജീവനാകുന്നു. ഇപ്പോൾ മൃഗത്തിന്റെ ജീവന് തിരികെ മനുഷ്യനിലേക്ക് കടന്നു വരാൻ കഴിയുകയില്ല, കാരണം അവ തമ്മിൽ ചേരുകയില്ല. മൃഗത്തിന്റെ ജീവനുള്ളിൽ പ്രാണനില്ല, മനുഷ്യന്റെ ജീവനിൽ ഒരു പ്രാണനുണ്ട്. മൃഗത്തിന് അത് നഗ്നമാണെന്ന് തിരിച്ചറിയില്ല. തെറ്റും ശരിയും തമ്മിൽ അവയ്ക്ക് അറിയില്ല. അതിനൊരു ആത്മാവുണ്ട്, എന്നാൽ ഒരു പ്രാണനില്ല. ഇപ്പോൾ പ്രാണൻ എന്നത് ആത്മാവിന്റെ സ്വഭാവമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവബലിയായ യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തിയപ്പോൾ അവൻ ദൈവമായിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിലായി നിറഞ്ഞിരിക്കുന്നു. അവൻ യഹോവയിൽ നിന്നും സ്വയം ഒരു മനുഷ്യനായി തിരിച്ചറിയപ്പെടുന്നതിനും തന്നോടുകൂടെ നമ്മെ തിരിച്ചറിയിക്കുന്നതിനായി സ്വയം ഒരു മനുഷ്യന്റെ രൂപം തന്റെ മേലെടുക്കുകയും ചെയ്തു. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന രക്തത്തെക്കുറിച്ച് അവന്റെ ഉള്ളിൽ യഹൂദന്റെ രക്തമായിരുന്നുവെന്ന് ആരോ പറയുന്നതിനെ കുറിച്ച് എനിക്കറിയാം. യഹൂദന്മാർ അത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അവനിൽ യഹൂദന്റെ രക്തവുമായിരുന്നില്ല, അന്യജാതിയുടെ രക്തവുമായിരുന്നില്ല, അവൻ ദൈവത്തിന്റെ രക്തമായിരുന്നു. അവൻ യഹൂദനോ അന്യജാതിയോ ആയിരുന്നില്ല, അവൻ ദൈവമായിരുന്നു. ഒരു കന്യക ഗർഭം ധരിക്കും. നിങ്ങളിൽ പലരും, കൂടാതെ പ്രൊട്ടസ്റ്റന്റുകാരായ പലരും അണ്ഡം മറിയത്തിൽ നിന്നായിരുന്നുവെന്ന് വിചാരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഹീമോഗ്ലോബിൻ വരുന്നത് ജീവൻ രക്തകോശത്തിലാണ് വരുന്നത്. കാരണം ഒരു പിടക്കോഴിക്ക് മുട്ടയിടാൻ കഴിയും, എന്നാൽ ആൺപക്ഷിയെ കൂടാതെ അത് വിരിയുകയില്ല. കാരണം അത് ഫലപുഷ്ടമായതല്ല. ജീവൻ രക്തത്തിൽ നിന്ന് വരുന്നു, അത് പുരുഷജാതിയിൽ നിന്ന് വരുന്നു. എന്നാൽ ഈ സംഗതിയിൽ ഇവിടെ ഒരു പുരുഷജാതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രക്തത്തിലുള്ള ജീവന് ദൈവത്തിൽ നിന്ന് മാത്രമായി വരേണ്ടിയിരുന്നു. അവൻ ഒരു രക്തകോശം മറിയത്തിന്റെ ഉദരത്തിൽ സൃഷ്ടിച്ചു. സൃഷ്ടാവ് സ്വയം, ദൈവം സ്വയമായി ഒരു രക്തകോശം സൃഷ്ടിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കുക, കൊള്ളാം, അത് ശരീരമായിരുന്നു. അണ്ഡം മറിയത്തിന്റേതായിരുന്നു എന്നവർ പറയും. ഇല്ല ശ്രീമാൻ, അണ്ഡം അവളുടേതായിരുന്നില്ല. അങ്ങനെ അതൊരു അണ്ഡമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബീജാണു വികാരാവേശത്തിൽ കൂടെ അല്ലാതെ കിട്ടുകയില്ല. അങ്ങനെ അവൾക്കൊരു വികാരാവേശമായിരുന്നുവെങ്കിൽ പിന്നെ ദൈവം നിങ്ങൾക്കായി എന്ത് ചെയ്തിരുന്നു? ദൈവം അണ്ഡവും രക്തവും രണ്ടും സൃഷ്ടിച്ചു. അതായിരുന്നു കൃത്യമായും അവനായിരുന്നത്. നാം അവനെ കൈതൊട്ടു എന്ന് ബൈബിൾ പറയുന്നു. 1 തിമോത്തിയോസ് 3:16 ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, നാം അവനെ കൈകൊണ്ട് തൊട്ടുവെന്ന് പറയുന്നു. ആ ശരീരം ദൈവമായിരുന്നു. തീർച്ചയായും അതായിരുന്നു. അവൻ ദൈവം എല്ലാം കൂടി ഒരു മനുഷ്യന്റെ രൂപത്തിലായിരുന്നു. ഇപ്പോൾ രക്തകോശം പൊട്ടുകയും അത് ദൈവത്തെ പ്രദർശിപ്പിക്കുകയും ചെയ്തെന്ന് നാം ഇതിൽ കാണുന്നു. ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് ലോകത്തെ തന്നോട് നിരപ്പിലാക്കി. അത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല, മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത് ദൈവം സ്വയമായ അവന്റെ രക്തം അതിനായി എടുത്തു. ദൈവം മനുഷ്യനായി താഴേക്ക് വന്ന് തന്റെ സ്വന്തം ന്യായപ്രമാണത്തെ സഹിക്കേണ്ടിയിരുന്നു. യേശു വെറുമൊരു പ്രവാചകനോ ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരു മനുഷ്യനോ ആണെങ്കിൽ പിന്നെ ദൈവം അന്യായിയാകുന്നു. ബില്ലി ചെയ്ത ഏതെങ്കിലും പാപത്തിന്റെ പിഴയായി സഹോദരൻ ഗ്രാൻഡ് മരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് അനീതിയായിരിക്കും. ഞാൻ പ്രഖ്യാപിച്ച ഒരു ശിക്ഷയ്ക്ക് വേണ്ടി എന്റെ സ്വന്തം മകൻ തന്നെ മരിക്കേണ്ടി വന്നാലും അതപ്പോഴും നീതിപരമായിരിക്കില്ല. ഞാൻ അവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീതിപരമായ ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അവന്റെ സ്ഥാനത്ത് എടുക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ പാപികളുടെ സ്ഥാനത്ത് എടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ജഡമാകേണ്ടിയിരുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് ദൈവം സ്വയമായിരിക്കുന്നതിൽ നിന്നും ഒട്ടും കുറവായിരുന്നതല്ല.
ഇവിടെ ഇതാ അവൻ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനായി ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. അവൻ സ്വയം നമ്മോട് തിരിച്ചറിയപ്പെടുന്നതിൽ കൂടെ നാം അവനോടൊപ്പം തിരിച്ചറിയപ്പെടുന്നു. അതിന്റെ ഉദ്ദേശം എന്തായിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നാം നമ്മുടെ ബലിയോടൊപ്പം നമ്മുടെ ബലിയിലുള്ള ജീവനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയുന്നതായി കാണുന്നു. ആ രക്തകോശം തകർന്നപ്പോൾ ദൈവം സ്വതന്ത്രമാക്കപ്പെട്ടു. അതായത് അവൻ തന്റെ സ്വന്തം രക്തത്താൽ ഒരു കൂട്ടം ജനങ്ങളെ ശുദ്ധീകരിക്കുകയും ദൈവത്തെ മനുഷ്യനിൽ വീണ്ടുമാക്കുകയും ചെയ്തു. അത് നിത്യജീവനായ ദൈവം നിങ്ങളിലാകുന്നു. ഏതൊരു യവന ഭാഷക്കാരനായ പണ്ഡിതനും നിത്യജീവൻ എന്ന വാക്ക്, അതായത് ZOE, അതായത് സോയി എന്ന വാക്കിൽ നിന്നുമാണ് വന്നതെന്നും ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്വന്തം ജീവൻ എന്ന് അർത്ഥമാകുന്നുവെന്നും അറിയാം. അത് ശരിയാണ്. നിത്യജീവന്റെ ഏകമാത്രമായ രൂപം എന്നത് ദൈവത്തിന്റെ സ്വന്തം ജീവൻ നിങ്ങളുടെ ഉള്ളിലാകുന്നതാകുന്നു. ആ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നു. കാരണം അവൻ ഒരുവൻ മാത്രം നിത്യജീവനുള്ളവനാകുന്നു. നാം ലോകസ്ഥാപനത്തിന് മുമ്പേ അവന്റെ വിചാരങ്ങളുടെ ഗുണവിശേഷങ്ങളാകുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ വിചാരമായിട്ട് നാം അവന്റെ വിചാരങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിന്റെ പ്രകടനം മാത്രമാകുന്നു. പാപത്തെ നീക്കുന്നതിനായി അവന് താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യുന്നതിന് മറ്റാരും യോഗ്യതയുള്ളവരായിരുന്നില്ല. അവന് മാത്രം അത് ചെയ്യാൻ കഴിയുന്നതായിട്ട് അവനത് ചെയ്തു. അതിനുശേഷം ജീവൻ ആ ശരീരത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ ആ ശരീരം മനുഷ്യനായിരുന്നു, അത് ദൈവപുത്രനായിരുന്നു. അപ്പോൾ അവന്റെ സൃഷ്ടിക്കുന്ന ശക്തി ഒരു കോൺട്രാക്ടർ കെട്ടിടം നിർമ്മിക്കുന്നത് പോലെ ഒന്ന് നിർമ്മിച്ചിട്ട് അവൻ സ്വയം അതിലേക്ക് നീങ്ങി. ദൈവം അത് ചെയ്തു. അതിനുശേഷം ജീവൻ അതിൽ നിന്നും എടുക്കപ്പെട്ടപ്പോൾ രക്തത്തിന്റെ രസതന്ത്രം ഭൂമിയിലേക്ക് പകരുകയും അത് നീതിമാനായ ഹാബേലിന്റെ രക്തം ഭൂമിയിലേക്ക് പകർന്ന പോലെ പകരുകയും ചെയ്തു. എന്നാൽ ആ രക്തത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് വരികയും അത് മനുഷ്യന്റെ മേൽ അവർക്ക് വേണ്ടി മരിച്ച ബലിയുമായി തിരിച്ചറിയുന്നതിനായി പെന്തക്കോസ്ത് നാളിൽ വരികയും ചെയ്തു. അത് പ്രാപിക്കാൻ ലോകത്തിൽ മറ്റ് യാതൊരു വഴിയുമില്ല. അതൊരു വാസ്തവികമായ അടയാളമാകുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ മരണത്തിന് കുറ്റവാളിയാണെങ്കിൽ നിങ്ങൾ ഒരു വൈദ്യുത കസേരയിലേക്ക് പോവുകയാണെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഓർക്കുക, അത് തള്ളിക്കളയുന്നത് ഡെല്ലാസിലുള്ള ജനങ്ങളെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിന്റെ രക്തത്തെ തള്ളിക്കളയുന്നത് അവന്റെ അടയാളമായ രക്തം നിങ്ങൾ കാണുകയും പിന്നെ തള്ളിക്കളയുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ രക്തം നിങ്ങളുടെ കൈകളിലായിട്ട് നിങ്ങൾ ന്യായവിധിയെ നേരിടാൻ പോവുകയാണ്. പാപികളും സഭയിലെ അംഗങ്ങളുമായുള്ളവർ ഇത് ഓർത്തുകൊള്ളുക. രാഷ്ട്രപതിയെ കൊണ്ട കുറ്റത്തിന് ഒരു അംശം പോലും ദയ കാണിക്കപ്പെടുകയില്ലെന്ന് കുറ്റക്കാരനായ ലിയോ ഓസ്വാൾഡ് അറിഞ്ഞിരിക്കെ അതിന്റെ ന്യായവിധി നാളിൽ സുപ്രീം കോടതിയുടെ മുമ്പാകെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ താൻ നിൽക്കാൻ പോകുന്നതിനെ കുറിച്ച് ആ മനുഷ്യൻ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. അതെത്രമാത്രം ഭയങ്കരമായ ഒരു കാര്യമായിരിക്കണം. അവനത് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല, കാരണം മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ വെടിവെച്ചത്. എന്നാൽ അമേരിക്കയുടെ രാഷ്ട്രപതിയായി നിങ്ങളുടെ സഹപൗരന്റെ രക്തം നിങ്ങളുടെ കൈകളിലാക്കിക്കൊണ്ട് ഒരു കോപമേറിയ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. യേശുക്രിസ്തുവിന്റെ രക്തത്തെ തള്ളിക്കളയുന്ന നിങ്ങൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമായിരിക്കുമോ? അപ്പോൾ നിങ്ങൾ വിയർത്തു പോകും. ഈ ജീവിതത്തോട് വിട പറയുന്നതിൽ കൂടുതലായി ഓസ്വാൾഡിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ദൈവം തന്റെ സന്നിധിയിൽ നിന്നും എന്നേക്കുമായി നിങ്ങളോട് വിട പറയും. അതൊരു ഭയങ്കര കാര്യമായിരിക്കും. ശ്രദ്ധിക്കുക, ഒരു കുറ്റവാളിയായി നിങ്ങൾക്കൊരു കോടതിയുടെ മുമ്പിൽ പോകേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല വക്കീലിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഏതൊരു വ്യക്തിയായാലും അത് ചെയ്യും. ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ എത്ര നല്ല കുടുംബത്തിൽ നിന്ന് വന്നാലും അതൊരു കാര്യമല്ല. അവൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ക്ഷമ സ്വീകരിക്കാത്തിടത്തോളം അതിന് കുറ്റവാളിയാകുന്നു. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുന്നതിനുള്ള ഏക വഴി എന്നത് നിങ്ങൾ സ്വയം അടയാളത്തെ എടുത്തിട്ട് അത് നിങ്ങളുടെ മേലായിരിക്കുമ്പോൾ മാത്രമാകുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ കുറ്റവാളിയായിരിക്കെ നിങ്ങൾക്ക് തേടിപ്പിടിക്കാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിനെ നിങ്ങളുടെ കേസ് ബോധിപ്പിക്കുന്നതിനായി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഞാൻ ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് പോകുകയാണെങ്കിൽ എന്റെ കേസിനെ ബോധിപ്പിക്കാൻ എനിക്കൊരു പുരോഹിതനെ ആവശ്യമില്ല, എനിക്ക് മറ്റൊരു മനുഷ്യനെ ആവശ്യമുണ്ടായിരിക്കില്ല. എന്നാൽ ഒരു നല്ല വക്കീലിനെയാണ് എനിക്ക് ആവശ്യമുണ്ടായിരിക്കുന്നത്. എന്റെ ക്രിസ്തീയ സ്നേഹിത, ഞാൻ ഈ കാര്യത്തെ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ വക്കീൽ തന്നെ നമ്മുടെ ന്യായാധിപതിയുമാകുന്നു. നമ്മുടെ ന്യായാധിപതി നമ്മുടെ വക്കീലാകുകയും ചെയ്തിരിക്കുന്നു. നാം അവന്റെ ക്ഷമയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കേസ് തീർപ്പായി കഴിഞ്ഞിരിക്കുന്നു.
ന്യായാധിപതി തന്നെ താഴേക്ക് വന്ന വക്കീലായി തീർന്നു. വക്കീലും ന്യായാധിപതിയും ഒരേ വ്യക്തിയാകുന്നു. ദൈവം മനുഷ്യനായി തീരുന്നതിൽ കൂടെ മനുഷ്യന്റെ മേൽ വെച്ചിരുന്ന മരണത്തെ അവൻ സ്വയമായി തന്റെ മേലെടുക്കുകയും അതിനാൽ മനുഷ്യനെ അവന് നീതീകരിക്കാൻ കഴിയുകയും ചെയ്തു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്നാകുന്നു. എല്ലാ സ്തുതികൾക്കും അവൻ അർഹപ്പെട്ടവനാകുന്നു. നമ്മുടെ ന്യായാധിപതിയും വക്കീലും ഒരേ വ്യക്തി തന്നെയാകുന്നു. നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം പരിശുദ്ധാത്മാവാകുന്നു. നമ്മുടെ കേസ് തീർന്നിരിക്കുന്നു. വാസ്തവമായും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഏതൊരു പുരുഷനും സ്ത്രീയും അവൻ പരീക്ഷിക്കപ്പെടുകയും അവരുടെ വക്കീലുമായും അവരുടെ ന്യായാധിപതിയുമായും അവരുടെ ബലിയുമായി തിരിച്ചറിയപ്പെടുകയും ചെയ്തിട്ട് തന്റെ മക്കൾ അവൻ പിടിച്ചിരിക്കുന്ന അടയാളം മഹത്വത്തിലേക്കുള്ള തന്റെ യാത്രയുടെ ചിലവ് അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. ആമേൻ. ഇത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവൻ ഈ അടയാളത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അതവന്റെ പരിശുദ്ധാത്മ സ്നാനവും യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷിയുമാകുന്നു. ആമേൻ. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അടയാളത്തെ പിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ തിരിച്ചറിയലാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ അടയാളമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ പക്കൽ അടയാളമുണ്ടായിരിക്കണം. അത് ആവശ്യപ്പെട്ട വിലയാകുന്നു. ഞാൻ രക്തം കാണുമ്പോൾ ഈ രക്തം അടയാളമാകുന്നു. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. നിങ്ങളുടെ പക്കൽ അടയാളമുണ്ടായിരിക്കണം. നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ നിങ്ങൾ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ പക്കൽ അടയാളമുണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഈ അടയാളം പ്രദർശിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, അവിടെ ഇത് കാണിക്കപ്പെടുന്നില്ലെങ്കിൽ നിയമം പോലും ദുർബലമാകുന്നു. എങ്കിൽ സഹോദരൻ ബ്രഹ്നാം ഒരു നിമിഷം നിൽക്കുക എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അത് ശരിയാണ്. അടയാളം ഉടമ്പടിക്ക് മേലെയാകുന്നു. കാരണം ഇസ്രായേലിന് പരിച്ഛേദനയുടെ ഒരു നിയമമുണ്ടായിരുന്നു. ഏതൊരു യഹൂദനും താൻ പരിച്ഛേദനയേറ്റവനാകുന്നു, ഞാനൊരു യഹൂദനാകുന്നു, യഹോവയുടെ കൽപ്പന പ്രകാരം ഞാൻ പരിച്ഛേദന ഏറ്റവനാകുന്നുവെന്ന് ആരെയും കാണിക്കാൻ കഴിയുമായിരുന്നു. എന്നിരിക്കലും അടയാളം അവിടെ ഇല്ലെങ്കിൽ അതവനെ അവിടെ നിന്നും പുറത്താക്കിയിരുന്നില്ല. അവൻ അടയാളത്തെ പ്രദർശിപ്പിച്ചിരിക്കണം. നിങ്ങൾക്കിത് മനസ്സിലായോ? എങ്ങനെയൊക്കെയായാലും അടയാളം അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഏതൊരു യഹൂദനും ഞാൻ വാതിലിന്റെ കട്ടളമേൽ രക്തം പുരട്ടുന്നില്ല, ഞാനൊരു ഉടമ്പടിയിലുള്ള യഹൂദനാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയും. എന്നാൽ സംഹാരദൂതൻ അവനെ കൊന്നുകളയും. അവൻ എത്ര ഭക്തിയുള്ളവനായാലും, എത്ര സഭയിലെ അംഗമായിരുന്നാലും, എത്രയധികം ദശാംശം കൊടുത്തിരുന്നവനായാലും, താൻ യഹോവയിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നാലും അതൊരു കാര്യമല്ല. യഹോവ അടയാളത്തെ ആവശ്യപ്പെട്ടിരുന്നു. അവൻ ഇന്നും ആവശ്യപ്പെടുന്നു. അത് വേണ്ടതാകുന്നു. അതുണ്ടായിരിക്കണം. കാരണം ആകാശത്തിന് കീഴെ മറ്റ് യാതൊരു വഴിയും നൽകപ്പെട്ടിട്ടില്ല, മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എത്ര നന്മയായാലും എത്ര ഭക്തിയായാലും അതൊരു പ്രശ്നമല്ല. ഈ അടയാളം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഈ രക്തത്തെക്കുറിച്ച് കൊള്ളാം, ഞാൻ കുഞ്ഞാടിനെ കൊന്നിട്ട് അതിന്റെ രക്തം ഒരു ഭരണിയിലാക്കി അകത്ത് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ദൈവം അപ്രകാരം ചെയ്യാൻ കൽപ്പിച്ചിരുന്നില്ല. ഇത് വാതിലിന്റെ കട്ടളക്കാലിന്മേൽ പുരട്ടണമെന്നവൻ പറഞ്ഞിരുന്നു. അത് പ്രദർശിപ്പിച്ചിരിക്കണം. അടയാളം നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളുടെ ജീവൻ പ്രദർശിപ്പിച്ചിരിക്കണം. ഓ പെന്തിക്കോസ്തുകാരായ നിങ്ങൾക്കുള്ള കുഴപ്പം എന്താണ്? കത്രിച്ച മുടിയും ചായം തേച്ച മുഖവും പുരുഷന്മാർ വൃത്തികെട്ട തമാശകളും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് അതിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമായ പരിശുദ്ധാത്മാവെന്ന അടയാളത്തെ എവിടെയാണ് പ്രദർശിപ്പിക്കുന്നത്? നിങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ മന്ത്രവാദം എന്ന് വിളിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് അടയാളത്തെ പ്രദർശിപ്പിക്കുന്നത്? അവർ പറയും, ഞങ്ങൾ പെന്തിക്കോസ്തുകാരാകുന്നു. നിങ്ങൾ എന്തായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ പ്രസ്ബിറ്റേറിയൻ ആകുന്നു. നിങ്ങൾ അങ്ങനെ എന്തായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. ഈ അടയാളം അവിടെ ഉണ്ടായിരിക്കണം. ദൈവം അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റ് യാതൊന്നുമല്ല, അത് മാത്രമാകുന്നു. കൊള്ളാം, എനിക്കൊരു ഡോക്ടർ ബിരുദമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാനിടയുണ്ട്. നിങ്ങൾക്ക് എത്ര ബിരുദമുണ്ടെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവം ഈ അടയാളത്തെ ആവശ്യപ്പെടുന്നു. ഈ അടയാളം മാത്രം അത് നിങ്ങളുടെ വഴിച്ചിലവ് അടയ്ക്കപ്പെട്ടിരിക്കുന്നതിന്റെ അടയാളമാകുന്നു. അവൻ നിങ്ങളുടെ വിശ്വാസ പത്രങ്ങളോ മറ്റെന്തെങ്കിലും എടുക്കാൻ പോകുന്നതല്ല. അവൻ അടയാളം അവിടെ ഉണ്ടായിരിക്കണം. ഒരു ബസ് ഓടിക്കുന്നയാൾ പറയും, ഇവിടെ ഒരു നിമിഷം നിൽക്കുക, ഇതെന്റെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനുള്ള അടയാളമല്ല. വിമാനക്കാരൻ പറയും, നിങ്ങളിപ്പോൾ പുറത്തുപോയി നിന്നുകൊള്ളുക. ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരടയാളമാകുന്നു. നിങ്ങൾ വിമാനം ഓടിക്കുന്ന പൈലറ്റിന്റെ അടുക്കൽ ചെന്നിട്ട്, എനിക്ക് നിങ്ങളുടെ വിമാനത്തിൽ യാത്ര ചെയ്യണം, അതിനുവേണ്ടി കാശ് എത്രയാണെന്ന് ചോദിക്കുക. അയാൾ പറയും, നിങ്ങൾ പോയി ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരിക. ഓ, ഞാനതിന്റെ കാശ് നിങ്ങൾക്ക് തരാമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അയാൾ പറയും, എനിക്കത് വാങ്ങാൻ കഴിയുകയില്ല. നിങ്ങൾ അതിന്റെ കാശ് അവിടെ കൊണ്ടു ചെന്ന് അടച്ച് ഈ അടയാളമായ ടോക്കൺ എടുക്കാതിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് എന്റെ വിമാനത്തിൽ കയറാൻ കഴിയുകയില്ല. ഞാൻ ഈ ടോക്കൺ എന്ന അടയാളം മാത്രം നോക്കുന്നു എന്ന് അയാൾ പറയും.
ഞാൻ സ്കൂളിൽ പോയി ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ പക്കൽ ടോക്കൺ എന്ന അടയാളം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ആമേൻ, വീണ്ടും ആമേൻ. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ദൈവം അടയാളത്തെ ആവശ്യപ്പെടുന്നു. ഞാൻ രക്തം കാണുമ്പോൾ, ഞാൻ ഈ അടയാളം കാണുമ്പോൾ മാത്രമേ നിങ്ങളെ ഒഴിഞ്ഞു പോകുകയുള്ളൂ. ഇത് പ്രദർശിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഉടമ്പടി പോലും ദുർബലമായി പോകുന്നു. ഒരു യഹൂദന് പരിപൂർണമായിട്ട് താനൊരു പരിച്ഛേദനയേറ്റ യഹൂദനാണെന്ന് ഒരു സഹോദരനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നോക്കൂ, ഞാൻ പരിച്ഛേദനയേറ്റവനാണെന്ന് കാണിച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയും. അത് യാതൊന്നും തന്നെ ഇവിടെ അർത്ഥമാക്കുന്നില്ല. ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ പെന്തിക്കോസ്തുകാരനാകുന്നു, ഞാൻ ഇതാകുന്നു, ഞാൻ അതാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇത് യാതൊരു കാര്യവും അർത്ഥമാക്കുന്നില്ല. നിങ്ങളുടെ പക്കൽ അടയാളമുണ്ടായിരിക്കണം. അങ്ങനെ ഈ അടയാളം വരുമ്പോൾ അത് ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നു. അപ്രകാരം അവൻ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു വചനമാകുന്നു. ഈ അടയാളം യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമായിരിക്കെ ബൈബിൾ സത്യമാണെന്നുള്ള വസ്തുതയെയും അതിന്റെ ഒരു ഭാഗത്തെ നിഷേധിക്കുകയും ചെയ്തിട്ട് അടയാളം നിങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? നോക്കൂ, അവിടെയാണ് ഞാൻ അതിശയിച്ചു പോകുന്നത്. ഓ, ഞാനത് വിശ്വസിക്കുന്നില്ല, അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയും. ഓ, അത് നോക്കൂ, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അവിടെ അടയാളമില്ല. അടയാളം എല്ലാ വചനത്തെയും ഒരാമേൻ കൊണ്ട് ഊന്നി പറയും, കാരണം അത് ദൈവം സ്വയമാകുന്നു. എന്നാൽ അടയാളം അവിടെ ഇല്ലെങ്കിൽ ഉടമ്പടി ദുർബലമായി പോകുന്നു, അത് റദ്ദ് ചെയ്യപ്പെടുന്നു. അത് ഇപ്പോഴും അതേ കാര്യം തന്നെയാകുന്നു. ഞാൻ ബൈബിളിലെ സകല വചനത്തെയും വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും അതൊരു കാര്യമല്ല. സഹോദരൻ ബ്രനഹാം, എനിക്ക് മുഴുവൻ ബൈബിളും പകുതി ഭാഗവും മനഃപ്പാഠമായി പറയാൻ കഴിയും. അത് ഓരോ അംശവും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയും. അത് നല്ല കാര്യമാണ്. സാത്താനും അത് തന്നെ ചെയ്യുന്നു. അതെ, എന്നാൽ ഇതിനുവേണ്ടി അടയാളം ആവശ്യമാകുന്നു. കൊള്ളാം, സഹോദരൻ ബ്രനഹാം, എന്റെ വീടിന്റെ ഭിത്തി മുഴുവൻ ബിരുദങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ കലയുടെ ബിരുദക്കാരനാകുന്നു. ഞാൻ ഡോക്ടർ ബിരുദധാരിയാണ്. കൂടാതെ ലത്തീൻ ഭാഷയിൽ ഞാൻ LLD ആകുന്നു. ഞാൻ വളരെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഞാനത് കാര്യമാക്കുന്നില്ല. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. എന്നിരിക്കലും നിങ്ങളുടെ പക്കൽ അടയാളം ഉണ്ടായിരിക്കണം. അടയാളം, അപ്പോഴും അടയാളം അവിടെ ആവശ്യമായിരിക്കുന്നു. ഞാനൊരു ബൈബിൾ വിദ്യാർത്ഥിയാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാൻ ഇതാകുന്നു അതാകുന്നു. അത് ചിലപ്പോൾ ശരിയാകാം, എല്ലാം നല്ല കാര്യങ്ങളാകുന്നു. എന്നാൽ അപ്പോഴും അടയാളം ഉണ്ടായിരിക്കണം. ഇപ്പോൾ മരണം മിസ്രൈമിനെ ഏത് സമയത്തും ആഞ്ഞടിക്കാൻ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ ഈ ദേശത്തെയും ആഞ്ഞടിക്കുവാൻ മരണം ഏത് സമയത്തും തയ്യാറായിരിക്കുന്നു. ഒരു വട്ടം അന്നാജീനിന്റെ പിതാവ് പറഞ്ഞ ഒരു പ്രസ്താവന ഇതുപോലെ എന്തോ ആയിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും അത് ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ദേശത്തെ അത് ചെയ്യുന്ന ഇതേ പാപത്തോടുകൂടി ദൈവം അമേരിക്കയെ ഒന്നും ചെയ്യാതെ വിട്ടുകളയുകയാണെങ്കിൽ പിന്നെ അവന് സോദോമിനെയും ഗൊമോറയും ഓർപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവരെ കത്തിച്ചെരിച്ച് കളയുന്നതിനായി അവരോട് ക്ഷമ ചോദിക്കാൻ ധാർമ്മികപരമായി ബാധ്യസ്ഥനാകുന്നു. അത് ശരിയാണ്. ഇസ്രായേൽ ചെയ്ത എല്ലാ പാപത്തിന്റെയും വില അവർക്ക് കൊടുക്കേണ്ടി വന്നു. നമുക്കും അതുപോലെ തന്നെയാകുന്നു. എത്ര നിയന്ത്രണമില്ലാതെ നാം പോകുന്നു. ആയുധങ്ങൾ മുറുക്കിക്കൊള്ളുക, സഭയെ തിരികെ ദൈവത്തിലേക്ക് വരിക. ഇതെന്തെങ്കിലും വ്യത്യാസമുണ്ടാക്കുന്നതിനായി പറയുകയല്ല, ഇതൊരു മുന്നറിയിപ്പായി ഞാൻ പറയുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മരണം ആഞ്ഞടിക്കാൻ തയ്യാറായിരിക്കുന്നു. ദൈവം തന്റെ കൃപയും കരുണയും ശക്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കാണിച്ചിരിക്കുന്നു. ഇന്ന് സഭയും എടുക്കപ്പെടുന്നതിന് മുമ്പ് അവനത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴും അവർ അനുദപിക്കാനോ ഈ സന്ദേശത്തെ വിശ്വസിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കുക, സഭ എടുക്കുന്നതിന് മുമ്പ് ഒരു സന്ദേശമുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും അതുണ്ടായിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെയാകുന്നു. ആത്മീയമായ സകല സംഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ള അടയാളമാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അത് സന്ദേശത്തെ പോലെ തന്നെ ഒരടയാളം അവിടെ ഉണ്ടാകുകയും അതിനെ പിന്തുടർന്നുകൊണ്ട് ഒരു സന്ദേശം ഉണ്ടാകുകയും ചെയ്യുന്നു. ദൈവം മോശയോട് പറഞ്ഞു, അവർ ആദ്യത്തെ അടയാളത്തിന്റെ ശബ്ദത്തെ വിശ്വസിച്ചില്ലെങ്കിൽ അവർ രണ്ടാമത്തെ അടയാളത്തിന്റെ ശബ്ദത്തെ വിശ്വസിച്ചേക്കും. നിങ്ങൾ അടയാളങ്ങൾ നടക്കുന്നത് കാണുകയും അതിന്റെ പിന്നിലായി യാതൊരു സന്ദേശവുമില്ലാതെ ആ പഴയ വേദശാസ്ത്ര ചിന്താഗതി മാത്രമാണ് കാണുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്നുമല്ല. എന്നാൽ ഒരു അടയാളം കാണിക്കുന്നിടത്ത് ഒരു സന്ദേശം അതിനെ പിന്തുടരുന്നു. ഇപ്പോൾ യേശു രംഗത്ത് വന്നത് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ ശബ്ദം കേൾക്കാതെ ആക്കുന്നുണ്ടോ? ഈ മൈക്രോഫോണിൽ ആരായിരുന്നാലും ശബ്ദം മുഴങ്ങുന്നത് പോലെ കാണപ്പെടുന്നു. ഒരുപക്ഷെ അതൊരു ചെറിയ ശബ്ദമായിരിക്കാം. നിങ്ങളത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു രംഗത്ത് വന്നപ്പോൾ അവൻ ജനങ്ങളോടധികം സംസാരിച്ചിരുന്നില്ല. എന്നാൽ എല്ലാവരും അവനെ അവരുടെ പള്ളികളിൽ ആഗ്രഹിച്ചിരുന്നു. ഓ, ഈ ചെറുപ്പക്കാരനായ പ്രവാചകൻ, അവൻ നമുക്കുണ്ടായിരിക്കുന്നതിൽ നാം സന്തോഷവാന്മാരാണ്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. ഓ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മുടെ ഇടയിൽ നിന്നും ഒരു മഹാനായ മനുഷ്യനെ ഉയർപ്പിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. അത് നന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതൊരു സ്ഥാനത്താകുകയും അതവന്റെ അടയാളമാകുകയും ചെയ്തു. യെശയ്യാവിന്റെ 35-ാം അധ്യായത്തിൽ അതൊരു അടയാളമായിരുന്നു. അവിടെ മുടന്തൻ മാനിനെ പോലെ ചാടുമെന്നും കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും എന്നും പറഞ്ഞിരിക്കുന്നു. അതൊരു അടയാളമായിരുന്നു. അവൻ തന്റെ അടയാളത്തെ മശീഹായിട്ടും മറ്റും പ്രദർശിപ്പിച്ചു. അവരിൽ പലരും അതെ, എനിക്കത് കാണാൻ കഴിയും എന്ന് പറഞ്ഞു. എന്നാൽ അതൊരു അടയാളമായിരുന്നുവെങ്കിൽ ആ അടയാളത്തിന് ഒരു ശബ്ദം അതിന് പിന്നിലായി ഉണ്ടായിരിക്കണം.
അതിന്റെ പിന്നിലായിരുന്ന ശബ്ദം എന്തായിരുന്നു? അവനവരെ തന്റെ ഉപദേശങ്ങൾ ഉപദേശിപ്പാനും അവരെ ഒരു കൂട്ടം പുല്ലിലെഴുയുന്ന പാമ്പുകളെന്നും മറ്റും വിളിച്ചപ്പോൾ അതിനുശേഷം തൊട്ട് അവൻ അത്ര പ്രശസ്തിയുള്ളവനായിരുന്നില്ല. ശ്രദ്ധിക്കുക, ശബ്ദത്തോടൊപ്പം അടയാളം വന്നു. അടയാളം ആദ്യം കടന്നു വരികയും ചെയ്തു. മോശ മിസ്രയീമിലേക്ക് ഒരു അടയാളവുമായി പോയി. അവൻ തന്റെ വടി നിലത്തിട്ടിട്ട് അതൊരു പാമ്പായി മാറ്റി. അതൊരു അടയാളമായിരുന്നു. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം അടയാളത്തോടൊപ്പം ശബ്ദവും വന്നു. അപ്പോൾ അത് വ്യത്യസ്തമായിരുന്നു. ശ്രദ്ധിക്കുക, അവർക്കത് വേണ്ടായിരുന്നു. ശബ്ദം ഒരു അടയാളത്തെ പിന്തുടർന്നിരിക്കണം. അത് വേറൊരു സമയത്തല്ലാതെ ആ സമയത്ത് തന്നെ വന്നിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് തിരുവെഴുത്ത് നിവൃത്തിയാകുന്നതിനുള്ള സമയമാകുന്നു. കത്തുന്ന മുൾപടർപ്പിൽ വെച്ച് അവൻ എന്താണ് അവരോട് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. മിസ്രൈമിലെ ഊഴിയ വിചാരന്മാരാലുള്ള ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. അബ്രഹാമിനോടുള്ള എന്റെ വാഗ്ദത്തം ഞാൻ ഓർക്കുന്നു. 400 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിയുമ്പോൾ അവൻ അബ്രഹാമിനോട് അവൻ തിരികെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് മറ്റെന്തെങ്കിലും സമയമായിരിക്കാൻ കഴിയില്ല. ആ സമയത്ത് തന്നെ മോശയ്ക്ക് വരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ വലിയ ഘടികാരം എത്ര സമ്പൂർണമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അത് 1 മിനിറ്റ് മുമ്പോട്ടോ 1 മിനിറ്റ് പിറകോട്ടോ ആകുകയില്ല. അത് കൃത്യസമയത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി ഓടിക്കൊണ്ടിരിക്കുകയും മറ്റേതെങ്കിലും ഒരു സമയത്ത് അത് വരുന്നതുമില്ല. അതിന് വരാൻ കഴിയുന്നതുമല്ല. ഇത് ലൂഥറിന്റെ നാളുകളിൽ വരുന്നതല്ല. വെസ്ലിയുടെ നാളുകളിൽ ഇതിന് വരാൻ കഴിയുന്നതില്ല. ബാപ്റ്റിസ്റ്റുകാരുടെയോ മെത്തഡിസ്റ്റുകാരുടെയോ കാലങ്ങളിൽ വരാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ തന്നെ വരേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ ഒരു ദേശമാകേണ്ടിയിരുന്നു. സഭകൾ അവർ ഇന്ന് ആയിരിക്കുന്നത് പോലെ ആകേണ്ടിയിരുന്നു. അവിടെ ഒരു 3ാമത്തെ സന്ദേശവും ഒരു 3ാമത്തെ സഭാകാലവും ഉണ്ടായിരിക്കണം. ഒരു ലാവോദിക്ക സഭ അവിടെ ഉണ്ടായിരിക്കണം. അത് പെന്തക്കോസ്തുകാർ വന്ന് അവരുടെ കെട്ടുപൊട്ടിച്ച് പുറത്തുപോയി രൂപീകരിക്കപ്പെട്ട് അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്തു വരുന്നതുവരെ അത് രൂപം കൊള്ളാൻ കഴിയില്ല. അതിനുശേഷം അത് വരികയും അവർ കർത്താവിനെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമ്പോൾ അവൻ വരും. അവൻ വചനമാകുന്നു. അവർ ആ വചനത്തെ എവിടെയെങ്കിലും വെച്ച് വെല്ലുവിളിക്കാൻ ഭയപ്പെടുന്നു. അവർ അതിനെക്കുറിച്ച് അത്യധികമായി ശാന്തമായിരിക്കുന്നു. എന്നിരിക്കലും അതിനെക്കുറിച്ച് അവർ വഴക്കിടുന്നു. അധിക നാളുകളായിട്ടില്ല, ഷിക്കാഗോയിൽ വെച്ച് കർത്താവ് എനിക്കൊരു ദർശനം തന്നു. അവിടെ 300ഓളം കത്ര ശുശ്രൂഷകർ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്നും സർപ്പവംശത്തെക്കുറിച്ചും മറ്റും സംസാരിക്കുന്നതിനാണെന്നും എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ബൈബിളും എടുത്തുകൊണ്ട് എന്റെ അടുക്കൽ വന്നിട്ട് അതിനെ തെറ്റെന്ന് തെളിയിക്കുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ശാന്തരായ ഒരു കൂട്ടമായിരുന്നു. എങ്കിൽ പിന്നെ എന്റെ പിന്നിലായി കൊള്ളുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് അവരുടെ ചിന്താഗതിക്ക് പുറത്തായിരുന്നു. എന്നിരിക്കലും അവർ പറയും, സഹോദരൻ ബ്രൺഹാം അഭിഷേകപ്പെടുമ്പോൾ ഒരു പ്രവാചകനാകുന്നു. എന്നാൽ അഭിഷേകം മാറിക്കഴിയുമ്പോൾ എനിക്കറിയില്ല, അതൊരു കൂട്ടിക്കുഴയ്ക്കപ്പെട്ട വേദശാസ്ത്ര പണ്ഡിതന്റെ അടയാളമല്ലെങ്കിൽ പിന്നെ എന്താണ്? പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വചനത്തിന്റെ ദൈവിക വെളിപാടുകാരൻ എന്നാകുന്നു. കർത്താവിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. അപ്രകാരമാണ് യേശു തിരിച്ചറിയപ്പെട്ടിരുന്നത്. അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ പറഞ്ഞു, നീ ദൈവത്തിങ്കിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകനെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം തന്നോടുകൂടെ അല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല എന്നിരിക്കലും അവന്റെ സന്ദേശത്തെ സ്വീകരിച്ചിരുന്നില്ല. അവർ യോഹന്നാനെ സ്വീകരിച്ചില്ല. അവൻ ഒരു പ്രവാചകനായിരുന്നു. ഏലിയാവിനെയോ അതിനുശേഷമുള്ള ആരെയും തന്നെ സ്വീകരിച്ചില്ല. അവരുടെ പക്കൽ ദൈവിക വെളിപാടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ നോക്കിയാൽ ഇംഗ്ലീഷ് ഭാഷ എന്തും അർത്ഥമാക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ്. അതിൽ പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു പ്രാസംഗികൻ എന്നാകുന്നു. എന്നാൽ പഴയ ബൈബിൾ പ്രകാരം ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘദർശി എന്നർത്ഥമാക്കുന്നു. അവന്റെ പക്കലുള്ള വിശ്വാസപത്രം എന്ന് പറയുന്നത് അവൻ പറയുന്ന കാര്യം അതുപോലെ സംഭവിക്കുമെന്നുള്ളതാണ്. അത് അവനൊരു പ്രവാചകനാണെന്നുള്ളതിന്റെ ഒരു അടയാളമാകുന്നു. അതുകൂടാതെ അവന്റെ പക്കൽ എഴുതപ്പെട്ട വചനത്തിന്റെ ദൈവിക വെളിപാടുമുണ്ടായിരിക്കുന്നു. അതോടൊപ്പം ദൈവം അവന്റെ പിന്നിലായി നിന്നുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളെ അതുപോലെ ഉറപ്പിക്കുകയും അത് തെളിയിക്കുകയും ചെയ്ത് കാണിക്കുന്നു. എപ്രകാരമാകുന്നു? അത് ഇപ്രകാരം തന്നെ ആകേണ്ടിയിരിക്കുന്നു. അത്രമാത്രം. അതിന് അടുത്തെത്തുവാൻ മറ്റ് യാതൊരു വഴിയുമില്ല. അങ്ങനെ ആയിരിക്കുമെന്ന് ദൈവം കൽപ്പിക്കുകയും നിങ്ങൾ അവിടെയായും ഇരിക്കുന്നു. എന്നാൽ ഇന്ന് അത് ഈ കാര്യത്തിലെത്തിയിട്ട് അടയാളം അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് വചനത്തെ തിരിച്ചറിയിക്കുകയും കൃത്യമായും അതിനെ സത്യമാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവൻ തന്റെ വാഗ്ദത്ത ദേശത്തേക്കുള്ള ജനങ്ങളെ തയ്യാറാക്കുകയും അത് വാഗ്ദത്തം ചെയ്യുകയും ഈ പുറപ്പാടെടുക്കുകയും ചെയ്യാൻ പോയിരുന്നത് ഒരു മാതൃകയായിരുന്നു. ഇപ്പോൾ ഏകദേശം 15-20 മിനിറ്റ് നേരത്തിനുള്ളിൽ ഞാൻ ഈ സന്ദേശം തീർക്കുന്നതിനായി ശ്രമിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളിത് മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ വീണ്ടും നിങ്ങളെ കാണാനിടയായില്ല എന്ന് വന്നേക്കാം. ഇപ്പോൾ അവൻ തന്റെ ജനങ്ങളെ എപ്രകാരമാണ് തയ്യാറാക്കിയതെന്ന് ശ്രദ്ധിക്കുക. ദൈവം തന്റെ വഴികളിൽ ഒരിക്കലും മാറ്റമില്ലാത്തവനാണെന്ന് എത്ര പേർക്കറിയാം? അവൻ ഒരിക്കലും മാറുന്നില്ല. അവൻ എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് ബൈബിളിൽ തിരിഞ്ഞു നോക്കുക. ഇല്ല ശ്രീമാൻ. അവൻ ജനങ്ങളെ ഒരുക്കിയത് എങ്ങനെയാണ്? ആദ്യമായിട്ട് അവൻ ഒരു അടയാളത്തോടുകൂടി മോശ എന്ന പ്രവാചകനെ അയച്ചു. അത് ശരിയല്ലേ? ഈ അടയാളത്തിനോടൊപ്പം ഒരു സന്ദേശമുണ്ടായിരുന്നു. അത് വാഗ്ദത്ത ദേശത്തേക്ക് പുറപ്പെടുന്നതിനായി തയ്യാറാകുക എന്ന സന്ദേശമായിരുന്നു. അതിനുശേഷം അവന്റെ തലയ്ക്ക് മുകളിലായി ഒരു പ്രകാശത്തെ അയച്ചുകൊണ്ട് ഈ പ്രവാചകനെ ദൈവം തിരിച്ചറിയാനിടയാക്കി.
ഒരഗ്നിസ്തംഭം ഈ പ്രവാചകനെ പിന്തുടരുകയും അത് മോശയോടൊപ്പം മരുഭൂമിയിലായിരുന്നുവെന്ന് നമുക്കറിയാം. നാം അത് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ ജനങ്ങൾ ഭയപ്പെടുകയോ വിഷമിക്കുകയോ ഭയാശങ്കകളോടുകൂടി ആയിരിക്കുകയോ ചെയ്യാതിരിപ്പാൻ അവർക്ക് അടയാളം ഉറപ്പായി നൽകുകയും, ഞാൻ ഈ അടയാളത്തെ കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു പോകും എന്നവൻ പറയുകയും ചെയ്തു. അവൻ എങ്ങനെയാണത് ചെയ്തതെന്ന് ഇപ്പോൾ ശ്രദ്ധിക്കുക. അവൻ ആദ്യമായിട്ട് ഒരടയാളമായി ഒരു സന്ദേശവാഹകനെയും സന്ദേശവാഹകനെ തിരിച്ചറിയിക്കുകയും അവരുടെ യാത്രക്കൂലി അടച്ചിരിക്കുന്നതിന്റെ ഉറപ്പായി ഒരു അടയാളവും കൊടുത്തു. അങ്ങനെ അവർ വാഗ്ദത്ത ദേശത്തേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു. അതേ കാര്യം തന്നെ അവൻ ഇന്ന് ചെയ്തിരിക്കുന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ പരിശുദ്ധാത്മാവിനെ നമുക്കായി അയച്ചു. പരിശുദ്ധാത്മാവ് സന്ദേശവാഹകനായിരിക്കുകയും തിരുവെഴുത്ത് പ്രകാരമുള്ള അവന്റെ തെളിയിക്കൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നമ്മുടെ ഇടയിൽ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം അടയാളം ഉറപ്പായിരിക്കുന്നു. നാം എന്തിനാണ് പിന്നെ ഭയപ്പെടുന്നത്? നമ്മുടെ വഴിച്ചിലവ് അടച്ചു കഴിഞ്ഞിരിക്കുകയും നമ്മുടെ ബലിയോടൊപ്പം നാം തിരിച്ചറിയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവന് നിങ്ങളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുകയില്ല. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നാം തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറത്തു കടന്നു വരുന്നത് മണവാട്ടി സഭയിൽ നിന്നും പുറത്തു വരുന്നത് പോലെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മോശ തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ജനത മുഴുവൻ മിസ്രൈമിന്റെ സകല പ്രദേശങ്ങളിൽ നിന്നും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി ഗോശേനിൽ ഒരുമിച്ചുകൂടി. അപ്രകാരം തന്നെ മണവാട്ടിയും ചെയ്യുന്നു. അവർ 1S നിന്നും 2S നിന്നും 3S നിന്നും അതുപോലെയുള്ള എല്ലാ സംഗതികളിൽ നിന്നും പുറത്തു കടന്നു വരും. അത് പുറത്തു കടന്നു വരും. അതിന് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നാം എബ്രായരുടെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നു. ആദ്യമായിട്ട് അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് നമുക്ക് പുറത്തു കടന്നു വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കണം. ആദ്യ നാളുകളിൽ അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് പുറത്തു വരുന്നതിനുള്ള വിളി പരിശുദ്ധാത്മാ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, എബ്രായർ 10:26 ഞാനിവിടെ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു, അതായത് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. ശ്രദ്ധിക്കുക, അത് നാം മനഃപൂർവ്വം അവിശ്വസിക്കുകയാണെങ്കിലാകുന്നു. ഞാൻ എന്താണ് ഇവിടെ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു നിമിഷം കൂടി എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിനെ ചിത്രീകരിച്ച് കാണിക്കാം. ഇത് വിട്ടുകളഞ്ഞുകൊണ്ട് പോകരുതെന്ന് എനിക്ക് ആത്മാവിൽ അനുഭവപ്പെടാൻ കഴിയുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഇതാ എബ്രായർ ഇപ്പോൾ അവരുടെ യാത്രയിലായിരിക്കുന്നു. ദൈവം 12 മനുഷ്യരെ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ മോശ ദൈവത്തിന്റെ കരങ്ങളാൽ ദേശം ഒറ്റുനോക്കേണ്ടതിനും ആ ദേശത്തിന്റെ ഒരടയാളം തിരികെ കൊണ്ടുവരുന്നതിനുമായി ആളുകളെ അയച്ചു. അവർ അവിടെ എത്തിയപ്പോൾ അവരിൽ 10 പേർ പേടിച്ച് മരവിച്ച പോലെയായിപ്പോയി. കാരണം അവർ പറഞ്ഞു, അവിടെയുള്ള അമലേക്കരുടെ മുമ്പിൽ ഞങ്ങൾക്ക് തന്നെ വെട്ടുക്കിളികളെ പോലെ തോന്നിപ്പോയി. എന്നാൽ യോശുവയും കാലേബും നമുക്കത് കൈവശമാക്കാൻ കഴിയുമെന്നതിന്റെ പ്രമാണവുമായി തിരികെ എത്തി. നിങ്ങൾ ശ്രദ്ധിക്കുക, അത് അതിർരേഖയിലുള്ള വിശ്വാസികളാണ്. അവർ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വസ്തുതകളിൽ കൂടിയും സഭകളിൽ കൂടിയും സഭയിൽ ചേരുന്നതിൽ കൂടിയും സ്നാനത്തിൽ കൂടിയും സമ്പ്രദായങ്ങളിൽ കൂടിയും കടന്നുവരും. എന്നാൽ അതിന് മറികടന്ന് ഈ ദേശം അവിടെ ഉണ്ടെന്നുള്ളതിന്റെയും യേശുക്രിസ്തു മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുവെന്നുള്ളതിന്റെ പ്രമാണമായ അടയാളം എടുത്തുകൊണ്ട് വരുമ്പോൾ അത് വേറൊരു മണ്ഡലത്തിലുള്ള കാര്യമാകുന്നു. അവൻ ജീവിച്ചിരിക്കുകയും അവൻ നമ്മോട് കൂടെയായിരിക്കുകയും ഇപ്പോൾ നമ്മുടെ ഉള്ളിലുമാകുന്നു. അങ്ങനെ ആ കാര്യത്തിലെത്തുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അത് വളരെ അധികമായ ഒരു കാര്യമാകുന്നു. അവർ എല്ലാവരും അങ്ങനെ തിരികെ വരികയും മരുഭൂമിയിൽ കിടന്ന് മരിക്കുകയും അവർക്ക് ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതെയും വന്നു. എങ്കിൽ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരുമായ നാം അവിശ്വസിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എന്റെ പഴയ ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ റോയി ഡേവിസ് ഇവിടെ സന്നിഹിതനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഫോർട്ട് വർത്തിലുള്ള അദ്ദേഹത്തെ നിങ്ങളിൽ പലരും അറിയും. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ടായിരിക്കാം. വളരെ 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 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. മിഷണറി ബാപ്റ്റിസ്റ്റ് സഭയിൽ അദ്ദേഹമാണ് എന്നെ വിശ്വാസത്തിലേക്ക് സ്നാനപ്പെടുത്തിയത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നാം വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തി വരെ എത്തിയിട്ട് പറയും, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്, ഹല്ലേലൂയ. ഇതാകുന്നില്ല. ആ വചനത്തിലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവമായിട്ട് എന്തോ കുഴപ്പമുണ്ടായിരിക്കുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ ആ ദേശത്ത് ചെന്നെത്തിയിട്ട് അതവിടെ ഉണ്ടെന്ന് കാണുന്നു. യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് നിങ്ങൾ കാണുന്നു. അവൻ നമ്മുടെ ഇടയിലായിരിക്കുന്നു. ഈ സന്ദേശത്തെ പിന്തുടരുന്ന വചനത്തെ നിങ്ങൾ കേൾക്കുകയും അപ്പോഴും അത് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അവർ മരുഭൂമിയിൽ തന്നെ കിടന്ന് മരിച്ചുപോയി. സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചവരായ നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപത്തിനു വേണ്ടി വേറൊരു യാഗം ഇനിയും ശേഷിക്കുന്നില്ല. അതാണ് എബ്രായരുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അന്ത്യകാലത്തേക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന വലിയ അടയാളങ്ങൾ ഈ ഭൂമിയിൽ നാം കാണുമ്പോൾ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അത് എത്ര കൂടുതലായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അവിശ്വാസത്തെ വിട്ടുകളയുക, ഒരുമിച്ച് കൂടുക, നാം തമ്മിൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ലോകത്തിൽ നിന്ന് നമ്മെ തന്നെ വേർപെടുത്തുകയും ചെയ്തിരിക്കണം. അവർ ഒത്തൊരുമിച്ച് കൂടി ഈ സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എത്തിയിരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ അവർ അതിൽ കടക്കുവാൻ, രക്തത്തിനടിയിലാകുവാൻ ഒരുമിച്ച് കൂടിയിരുന്നു. അതിപ്രകാരം നിങ്ങൾക്കറിയാമോ, നമ്മുടെ ദൂതനായ മോശ വന്നിട്ട് നമ്മുടെ പക്കൽ രക്തമുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന മാതിരി ആയിരുന്നില്ല. എന്നാൽ കുഞ്ഞാടിനെ അറുത്തിട്ട് അതിന്റെ രക്തം പുരട്ടുക എന്നായിരുന്നു.
നമുക്ക് ഒരുമിച്ച് കൂടി വചനത്തോട് യോജിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. എന്നാൽ ഈ അടയാളമില്ലെങ്കിൽ അത് എന്തുപകാരമാണ് നമുക്ക് ചെയ്യുന്നത്? യാതൊരു പ്രയോജനവുമില്ല. അതിനാൽ ഈ രക്തത്തിനടിയിലായിക്കൊള്ളുക. ഈ രക്തത്തിനടിയിലാകാതിരുന്ന ആർക്കു വേണ്ടിയും അവൻ ഉത്തരവാദിയായിരുന്നില്ല. അതുപോലെ തന്നെ ഈ രക്തത്തിനടിയിലാകാത്ത ആർക്കു വേണ്ടിയും അവൻ ഇന്നും ഉത്തരവാദിയായില്ല. ഒരു കുടുംബം മുഴുവനും ഈ അടയാളത്തിനടിയിലായി ഈ അടയാളം പ്രദർശിപ്പിക്കുമ്പോൾ മാത്രമേ അവർ സുരക്ഷയിലാകുന്നുള്ളൂ. അത് കുടുംബം മുഴുവൻ ആകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നാം നമ്മുടെ മക്കളെയും ഈ ജനങ്ങളെയും ഈ 13-നും 19-നും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ അസംബന്ധങ്ങളെയും റോക്ക് ആൻഡ് റോളും അതുപോലെ നാം കടന്നു പോകുന്ന ഈ കാര്യങ്ങളും വിട്ടിലും മൂട്ടകളും ഈ കാര്യങ്ങളെല്ലാം ബൈബിൾ എന്ന ഈ പുസ്തകത്തിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. തീർച്ചയായും അത് പറയുന്നുണ്ട്. ജനങ്ങൾ എപ്രകാരം അത് കാണുകയും അവർ മരിച്ചവരായിരിക്കുകയും അവർക്ക് പുനരുദ്ധാനമില്ലെന്നും അവർ ഒരിക്കലും നിത്യതയിലുള്ളവരായിരുന്നില്ല എന്നും അവർ അവന്റെ വിചാരത്തിൽ പോലും ആകാതെ ഇരുന്നിട്ട് അവർ നശിച്ചു പോകും എന്നത് പറയുന്നു. അവർ എന്നേക്കുമായി പരിപൂർണമായും ഉന്മൂലനം ചെയ്യപ്പെടും. അവർ കോടിക്കണക്കിന് കാലങ്ങളോളം അവർ ചെയ്ത പ്രവൃത്തികൾക്കായി ശിക്ഷ വിധിക്കപ്പെടും. എന്നാൽ തുടക്കമുള്ള ഏത് കാര്യത്തിനും ഒരവസാനമുണ്ട്. തുടക്കമില്ലാത്തതിന് ഒരവസാനവുമില്ല. നിത്യജീവന്റെ ഒരൊറ്റ രൂപം മാത്രമേ ഉള്ളൂ. നിത്യജീവന്റെ ആ ഒരൊറ്റ രൂപത്തിനു വേണ്ടി നാം പരിശ്രമിക്കുന്നു. ശ്രദ്ധിക്കുക, യോശുവയുടെ 2-ാം അധ്യായത്തിൽ അന്യജാതിയായ ഒരു വേശ്യാസ്ത്രീ ഈ സന്ദേശം കേൾക്കുകയും അവളുടെ കുടുംബം മുഴുവനായി വിശ്വസിച്ചിട്ട് യോശുവയുടെ ദൂതന്മാർ നൽകിയ അടയാളമായ ചുവന്ന ചരടിനടിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ സംഹാരദൂതൻ ആ മുഴുവൻ നഗരത്തിലുമായി ഈ ഒരു അടയാളത്തിന് മാത്രം ആദരവ് കൊടുത്തു. ദൈവത്തിന്റെ ദാസന്മാരാൽ ദൈവത്തിന്റെ ആവശ്യം അവിടെ അറിയിക്കപ്പെടുകയും ദൈവം ആവശ്യപ്പെട്ടത് ഈ ഒരു അടയാളം മാത്രമായിരുന്നു. അത് നഗരസഭാധ്യക്ഷനായാലും നഗരത്തിലെ ഏറ്റവും വിശുദ്ധ മനുഷ്യനായാലും ആ നഗരത്തിലെ ഏറ്റവും വലിയ പള്ളിയിൽ പോകുന്നവരായാലും എനിക്കതൊരു പ്രശ്നമല്ല. ഈ വീടൊഴിച്ച് ആ നഗരത്തിലുള്ള സകലവും നശിച്ചുപോയി. ദൈവം ആ അടയാളത്തെ മാത്രം ബഹുമാനിച്ചു. ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്ന് യെരിഹോ കേട്ടിരുന്നു. എന്നാൽ അവർ ഈ മുന്നറിയിപ്പിന് ചെവി കൊടുത്തില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ജനങ്ങളും ദൈവം കുറച്ചു കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ കേൾക്കുന്നു. എന്നാൽ അവർ ഇന്ന് അതിന് ചെവി കൊടുക്കുന്നില്ല. അവന്റെ കൃപയുടെ വലിയ ശക്തിയും അടയാളങ്ങളും സോദോമിന്റെ കാലത്തെ പോലെ തന്നെ ഈ കാലത്തുമായിരിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയും സോദോമിൽ സംഭവിച്ചത് എന്താണെന്നുമുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓർക്കുക, സോദോമിൽ ഒരു അടയാളമുണ്ടായിരുന്നു. എന്നാൽ മലാക്കിയുടെ 4-ാം അധ്യായത്തിലെ ദൂതന്റെ ജോലി ജനങ്ങളുടെ ഹൃദയത്തെ തിരികെ പിതാക്കന്മാരുടെ അടുക്കൽ കൊണ്ടുവരിക എന്നതായിരുന്നു. അത് പെന്തിക്കോസ്ത് നാളിലെ പിതാക്കന്മാരിലേക്ക് തിരികെ ബൈബിളിലേക്കുമാകുന്നു. വേറൊരു ബൈബിളോ അതുപോലെ മറ്റെന്തെങ്കിലും കാര്യമോ ഇല്ല. ഇത് ദൈവത്തിന്റെ സമ്പൂർണമായ വെളിപാടാകുന്നു. കൊള്ളാം, ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നു, മറ്റേത് എനിക്കറിയില്ല എന്ന് ചിലർ പറയും. ദൈവത്തിന്റെ യഥാർത്ഥ ദൂതൻ നിങ്ങളെ തിരികെ മുഴുവൻ കാര്യങ്ങളിലേക്കും കൊണ്ടുവരും. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സകല വചനത്തിലേക്കും നിങ്ങളെ തിരികെ കൊണ്ടുവരും. അവൻ കൃപ കാണിച്ചിരിക്കുകയും അടുത്തത് ന്യായവിധിയുമാകുന്നു. അവർക്ക് യെരിഹോവിൽ ഉണ്ടായിരുന്ന വലിയ വിഭാഗീയ സഭകളുടെ മതിലുകൾക്കുള്ളിൽ അവർ സുരക്ഷിതരായിരുന്നുവെന്ന് അവർ വിചാരിച്ചിരിക്കണം. എന്നാൽ അത് പ്രാവർത്തികമല്ല എന്ന് അവർ അറിഞ്ഞു. അങ്ങനെ ഏതോ രീതിയിൽ 2 പേർ അവിടെ കടന്നുകൂടിയിട്ട് മുൻനിർണയിക്കപ്പെട്ട വിത്തുകളെല്ലാം ഒരുമിച്ച് കൂടുവാൻ പറഞ്ഞു. അവളുടെ വീട് ഒരു സഭയായി മാറുകയും ഈ ദൂതന്മാരെ സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ നഗരത്തിലുള്ള വിശ്വസിക്കുന്ന സകലരെയും ഈ അടയാളത്തിന് കീഴിലാക്കുകയും ചെയ്തു. ആ മുഴുവൻ സമ്പദ് വ്യവസ്ഥയിലെല്ലാമായി ഒരൊറ്റ സ്ത്രീ മാത്രം. അതും അവൾ ഒരു വേശ്യയും ഒരുപക്ഷെ ആ നഗരത്തിലുള്ള എല്ലാ സഭകളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവളുമായിരിക്കാം. എന്നാൽ അവൾ ആ സന്ദേശ ദൂതനെ വിശ്വസിച്ചു. ആ ദൂതൻ അവൾക്ക് അടയാളമായി ഒരു ചിഹ്നത്തെ കൊടുത്തിട്ട് പോകുകയും ദൈവം ആ അടയാളത്തെ ബഹുമാനിക്കുകയും ചെയ്തു. ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. ഓർക്കുക, ദൈവത്തിന്റെ നാശകാരിയായ കോപം വന്നപ്പോൾ ആ വലിയ സമ്പ്രദായം വീണുപോകുകയും അടയാളം അവളുടെ വീടിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു. അവൾ ഒരു നല്ല സ്ത്രീയായിരുന്നു കൊണ്ടല്ല, എന്നാൽ അവൾ വിശ്വാസത്തോടുകൂടി അടയാളത്തെ അപേക്ഷിച്ചതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അവൾ പറയുകയാണ്, അവർ നല്ല മനുഷ്യരായിരുന്നു, ഞാൻ അവരുടെ സന്ദേശം കേട്ട് ആനന്ദിച്ചിരിക്കുന്നു. എന്നാൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ ഈ ചരട് കിളിവാതിലിൽ കെട്ടിത്തൂക്കുന്നത് കേൾവിക്കൊരു മൂടത്തരം പോലെയുണ്ട് എന്നങ്ങനെ അവൾ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അവളുടെ വീടും വീണുപോകുമായിരുന്നു. അത് വീണുപോകുമായിരുന്നു. എന്നാൽ ദൈവം ഈ അടയാളത്തിന് ബഹുമതി നൽകി. അത് മിസ്രൈമിലുണ്ടായിരുന്ന ജീവനെ അടയാളം മാതിരി തന്നെയാക്കുന്നു. യോശുവ യേശുവിന്റെ മാതൃകയായിരുന്നു. കാരണം യോശുവ എന്ന് വെച്ചാൽ യഹോവ രക്ഷിതാവെന്നാകുന്നു. അവൻ യേശുവിന്റെ മാതൃകയായിട്ട് തന്റെ ദൂതൻ പ്രസംഗിച്ച അടയാളം എന്ന ചിഹ്നത്തോട് സത്യവാനായിരുന്നു. യോശുവ അടയാളം എന്ന ചിഹ്നത്തോട് സത്യമായി നിന്നു.
മിസ്രൈമിൽ അതിന് കീഴിലായിരുന്നതെല്ലാം രക്ഷിക്കപ്പെട്ടു. യെരിഹോവിൽ അതിന് കീഴിലായിരുന്നതെല്ലാം രക്ഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഇന്ന് അടയാളമായിരിക്കുന്നത് പോലെ കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരുന്നത് ഒരു മാതൃകയായിരുന്നു. അതിന് കീഴിലുള്ളതെല്ലാം സുരക്ഷിതമാകുന്നു. അതിന് പുറത്തായിരിക്കുന്നതിന് യാതൊരു സുരക്ഷയുമില്ല. എബ്രായർ 13:10-20 അതിനെ നിത്യ നിയമത്തിന്റെ രക്തമെന്ന് വിളിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു കാര്യവും ഇത് പുതിയതുമായിട്ട് ഇത് നിത്യ നിയമമാകുന്നു. ദൈവത്തിന്റെ രക്തബാധ്യതയോടുകൂടിയ വാഗ്ദത്തങ്ങൾ നമ്മെ പാപത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും ബാക്കിയുള്ള യോഗത്തിൽ നിന്നും വ്യത്യസ്തരാക്കുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തമായി വേഷം ധരിക്കേണ്ട ആവശ്യമില്ല. ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അകമേ നിന്നും വ്യത്യസ്തരാകേണ്ടിയിരിക്കുന്നു. ജീവൻ അകത്താകുന്നു, അത് ഒടുക്കലിലും അണിയലിലും ആകുന്നില്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലെങ്കിൽ വസ്ത്രധാരണവും അല്ല, എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. വാഗ്ദത്തങ്ങൾ നമ്മെ പാപത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് കാണിക്കുന്നു. ദൈവം പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് പറയുന്നു. ദൈവം ഒരിക്കലും ഈ അടയാളത്തിന് മേൽ പാപത്തെ കണക്കിടുന്നില്ല. കാരണം അടയാളം വില കൊടുക്കപ്പെട്ടിരിക്കുന്നതിന്റെ ചിഹ്നമായിട്ട് ദൈവം അത് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കതിന്റെ അടയാളം കിട്ടിയിരിക്കുകയും നിങ്ങളുടെ വിശ്വാസം അത് വാങ്ങിയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വാങ്ങിയ വില നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരിക്കുകയും അത് അവനെ ആരാധിക്കുന്നതിനും അവന്റെ വാഗ്ദത്തങ്ങളെയും ശക്തിയെയും കാണിക്കുന്നതിനുമാകുന്നു. പുതിയ നിയമം എന്ന് വെച്ചാൽ പുതിയ ഉടമ്പടിയാകുന്നു. രക്തം എന്ന് വെച്ചാൽ ജീവനാകുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയമവും യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും നമുക്ക് വേണ്ടി എല്ലാ ആവശ്യങ്ങളെയും യേശു നിറവേറുകയും ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് സ്വീകരിക്കുകയും ചെയ്യുന്ന അടയാളം അവൻ ജീവനോടിരിക്കുന്നുവെന്നും തന്റെ വാഗ്ദത്ത പ്രകാരം അവൻ നമ്മോടുകൂടെ സ്വയം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതുമാകുന്നു. ഒരു വ്യക്തി ബൈബിൾ വായിച്ചിട്ട് അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കാണുകയും ക്രിസ്തു ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ തിരികെ വരികയും സ്വയം അവനെ തന്നെ ജീവിച്ചിരിക്കുന്നവനായി തെളിയിക്കുന്നത് കാണാൻ കഴിയുന്നില്ലേ? അതാണ് അടയാളം, അതാണ് ചിഹ്നം, അതാണ് വില കൊടുക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും എന്തെങ്കിലും വികാരാവശ്യങ്ങളിൽ ആശ്രയിക്കരുത്. എന്റെ പിന്നിൽ എനിക്കൊരു മരവിപ്പ് അനുഭവപ്പെട്ടു, എനിക്കെന്തോ മണമുണ്ടായി, എന്റെ കയ്യിൽ കുറച്ച് രക്തവും അല്ലെങ്കിൽ എണ്ണയും കണ്ടു, അല്ലെങ്കിൽ എനിക്ക് ബാച്ചിലറിന്റെ ബിരുദം കിട്ടി, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തു, ഞാൻ ഒച്ച വെച്ചു, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു, ഈ കാര്യങ്ങളെല്ലാം കൊള്ളാം, എനിക്കെതിരായിട്ട് യാതൊന്നുമില്ല. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. യേശുക്രിസ്തുവായ അടയാളം ഉയർത്തെഴുന്നേൽക്കുകയും ഇപ്പോൾ നമ്മിലായിരിക്കുകയും സ്വയം തെളിയിക്കുകയും ഈ കാലത്തേക്കുള്ള അവന്റെ വാഗ്ദത്ത വചനത്തെ വീണ്ടും വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആമേൻ. അപ്പോൾ ക്രിസ്തുവും നിങ്ങളും ഒന്നാകുന്നു, ദൈവവും ക്രിസ്തുവും ഒന്നാകുന്നു. അന്നാളിൽ നിങ്ങൾ അറിയും, ഞാൻ പിതാവിലും പിതാവിനിലും, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമായിരിക്കും. അവിടെയാണ് ദൈവം മനുഷ്യജടത്തിൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് 2000 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നത്. അതാണ് അടയാളം. നിങ്ങൾ ഇതിലായിരിക്കുന്നില്ല എങ്കിൽ സ്നേഹിതരെ എളുപ്പമാകത്ത് കടന്നുകൊള്ളുക. ഇത് എന്നേക്കുമായി തീരെ താമസിച്ചു പോയെന്നിരിക്കാം, നമുക്കറിയില്ല. പുതിയ നിയമരക്തം അവന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. അതിപ്പോൾ ജീവിച്ചിരിക്കുകയും വെളിപ്പെടുകയും ചെയ്യുന്നു. അവൻ ജീവിച്ചിരിക്കുന്നതിനാൽ അവൻ നമുക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് അവകാശമുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു പുരുഷനും അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഏതൊരു സ്ത്രീക്കും യേശു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവകാശമുണ്ട്. കാരണം അത് നമുക്കുള്ള അടയാളമാകുന്നു. അത് വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള ശക്തിയാണ്. ഉദാഹരണമായിട്ട് സഹോദരൻ ബ്രഹാം, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം. അതിപ്പോൾ വിശദീകരിച്ച് പറയാം. രോഗികളായിട്ട് ഇവിടെയുള്ളവർ ഇത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, ഞാൻ വിശന്നിട്ട് മരിക്കുകയാണെങ്കിൽ ഒരു കഷ്ണം ആപ്പത്തിന് വേണ്ടി 4 അണക്കാശ് വേണമെന്നറിയുകയും അപ്പോൾ ഒരു സഹോദരൻ അതുവഴി വന്നിട്ട്, സഹോദരൻ ബ്രഹാം, ഇത് അപ്പം മേടിക്കുന്നതിനുള്ള കാശ് സ്വീകരിക്കുക, നീ വിശക്കുകയാണ്, ഈ കാശ് എടുത്തുകൊള്ളുക എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാമോ, അപ്പം എന്റെ കയ്യിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്രയും സന്തോഷം ഈ 4 അണക്കാശുമായിട്ട് എനിക്കുണ്ടാകാൻ കഴിയും. കാരണം അപ്പം വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള വില എന്റെ പക്കലുണ്ട്. അപ്പം വാങ്ങുന്നതിനുള്ള അടയാളം എന്റെ പക്കലുണ്ട്. അപ്പം ഇതാ ഇവിടെ ആയിരിക്കുന്നു. അപ്പം വാങ്ങുന്നതിനുള്ള കാശായ ഈ അടയാളം എന്റെ കയ്യിലായിക്കൊണ്ട് എനിക്ക് ഈ അപ്പവുമായിട്ട് സന്തോഷമായിരിക്കുന്നിടത്തോളം ഈ അടയാളവുമായിട്ട് എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയും. നിങ്ങളുടെ പക്കൽ അടയാളമായ പരിശുദ്ധാത്മ സ്നാനമുണ്ടെങ്കിൽ യേശു മരിച്ചിട്ട് വീണ്ടെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുകയും അത് നിങ്ങളുടെ കയ്യിലുമായിരിക്കുന്നു. നിങ്ങളത് അവകാശപ്പെടുന്നതിന് ഭയപ്പെടുന്നുണ്ടോ? ഞാനിത് എന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് എനിക്ക് അപ്പം വാങ്ങിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു പോകും.
എന്നാൽ കടക്കാരൻ പറയും, ശ്രീമാൻ ബ്രനഹാം, എനിക്കൊരാവശ്യം മാത്രമേ ഉള്ളൂ, 125 സെന്റ്സ് കാശ് തരിക, അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പകഷ്ണം അവകാശമാക്കാൻ കഴിയും. എനിക്കത് കിട്ടിയിരിക്കുന്നു. ആമേൻ. അത് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. ആ കാരണത്താലാണ് വളരെയധികം കാര്യങ്ങൾ ഇന്ന് നമുക്ക് പ്രാവർത്തികമായി കാണാൻ കഴിയാത്തത്. അത് യഥാർത്ഥമായ അടയാളം പ്രദർശിപ്പിക്കപ്പെടാത്തതിനാലാണ്. നമുക്ക് കള്ളത്തരമായ എല്ലാ അടയാളങ്ങളുമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഞാൻ യഥാർത്ഥ അടയാളത്തെ അർത്ഥമാക്കുന്നു. ശ്രദ്ധിക്കുക, നാം അടയാളത്തെ മനസ്സിലാക്കിയിട്ട് അത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അടയാളത്തിന് വേണ്ടി എടുക്കപ്പെട്ട ജീവനായ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. ഓർക്കുക, നിയമരക്തം അടയാളത്തോടുകൂടി തിരിച്ചറിയപ്പെടുകയും വചനം വാഗ്ദത്തത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പ് തരികയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി അത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിന്റെ ചിഹ്നം ഈ അടയാളമാകുന്നു. ഇപ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് യാതൊന്നും ഒരിക്കലും കിട്ടുകയില്ല. നിങ്ങൾ വെറുതെ ഒരു പ്രാർത്ഥനയുടെ നിരയിൽ കൂടി കടന്ന് പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ വേദിയിലേക്ക് നടന്നു വരികയും മേലോട്ട് നോക്കുകയും പുറത്തേക്ക് നടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ സഹോദര, ഈ അടയാളം ഒരുപെട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം നിങ്ങളിലാണെന്ന് നിങ്ങൾ അറിയുകയും എന്തോ സംഭവിക്കുകയും ചെയ്യുന്നു. യാതൊന്നിനും നിങ്ങളെ പിന്തിരിക്കുവാൻ കഴിയില്ല. നിങ്ങൾ എവിടെ അവകാശപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. ദൈവത്തിന്റെ മുഴുവൻ വചനത്തോടുള്ള സമ്പൂർണമായ അനുസരണം അല്ലാതെ മറ്റ് യാതൊന്നും നിങ്ങളെ അടയാളത്തിന് അർഹതമാക്കുന്നില്ല. ജീവന്റെ വൃക്ഷത്തിൽ താങ്കൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് അവന്റെ കൽപ്പനകളെല്ലാം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിനുശേഷം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം പ്രദർശിപ്പിക്കുന്നതിന് അടയാളം ഉണ്ടായിരിക്കണം. ഇപ്പോൾ അത് പ്രാപിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മേലെയായി പിടിക്കുന്നതിന് അടയാളം നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ അടയാളം കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളത് പ്രാപിക്കുവാൻ വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടില്ല. നോക്കൂ, നിങ്ങൾക്ക് ആദ്യം ഈ അടയാളം ഉണ്ടായിരിക്കണം. അത് വിശ്വസിക്കുന്നതിന് വേണ്ടി വില കൊടുക്കുന്നതായ നിങ്ങളുടെ വിശ്വാസമാകുന്നു. അത് പൂർണ്ണ അനുസരണത്തിന്റെ അടയാളമാകുന്നു. ഭയം വിട്ടുകഴിഞ്ഞിരിക്കുന്നു. ഗുണകരമായി സംസാരിക്കുന്ന രക്തമെന്ന് പൗലോസ് നമ്മോട് അതിനെക്കുറിച്ച് പറയുന്നു. രക്തം സംസാരിക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, രക്തം സംസാരിക്കും. ഉൽപ്പത്തി 4:10 ഹാബേലിന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞു. എബ്രായർ 12 പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നുവെന്ന് നാം കാണുന്നു. രക്തം സംസാരിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്ന് നാം കാണുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ജീവൻ ചൊരിയപ്പെട്ട രക്തത്തിൽ നിന്നും സംസാരിക്കുന്നു. ആമേൻ. സഹോദര, എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. ഇതെന്താകുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇത് നിങ്ങളിലായിരിക്കുന്ന ജീവനാകുന്നു. ആ രക്തം അതോടൊപ്പം നിങ്ങളെ തിരിച്ചറിയാൻ ഇടയാക്കുന്നു. ഇത് അടയാളമാകുന്നു. എന്താകുന്നു ഇത്? രക്തം നിങ്ങൾക്കായി ചൊരിയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അത് സ്വീകരിച്ചിരിക്കുകയും ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവെന്ന അടയാളം ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം നാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പ്രകാരം നാം നമ്മുടെ അടയാളം പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുകയും നമുക്ക് വേണ്ടി അത് വിശ്വസിക്കുകയും മിസ്രൈമിലും യെരിഹോവിലും അവർ ചെയ്ത പോലെ മുഴുവൻ കുടുംബത്തിന് വേണ്ടിയും അടയാളം അപേക്ഷിക്കുക. അല്ലെങ്കിൽ പ്രവർത്തികൾ 16:31 പൗലോസ് റോമാക്കാരനായ കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞതുപോലെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന പോലെയുമാകാം. നിന്റെ കുടുംബത്തിന് വേണ്ടി അത് അപേക്ഷിക്കുക. രക്ഷിക്കപ്പെടാത്ത ഒരു കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ അടയാളത്തെ അവന്റെ മേൽ വെച്ചിട്ട് ദൈവമായ കർത്താവെ, ഞാൻ അവനെ അവകാശപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. നിങ്ങളുടെ മാതാവോ മറ്റാരെങ്കിലും പ്രിയമേറിയവരോ നഷ്ടപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ അടയാളത്തെ അവരുടെ മേൽ വെച്ചുകൊണ്ട് ദൈവമായ കർത്താവെ, ഞാനിത് അവകാശപ്പെടുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പറയുക. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ലോകപരമായ സകല ചപ്പു ചവറുകളും എടുത്തു കളഞ്ഞിട്ട് ഇതിനുവേണ്ടി തയ്യാറായിക്കൊള്ളുക. ഇറക്കം കുറഞ്ഞ നിക്കറുകൾ കത്തിച്ചു കളയുക. നിങ്ങളുടെ ചീട്ട് കളിക്കുന്ന മേശ വലിച്ചെറിയുക. നിങ്ങളുടെ സിഗരറ്റുകൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ അവിശ്വാസത്തെയും സഭയുടെ കടലാസുകളെയും ചവറ്റുകൊട്ടയിൽ വലിച്ചിടുക. അവിടെയാണ് അത് അവകാശപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ നിങ്ങൾ തയ്യാറാകുകയാണ്. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം പ്രാർത്ഥനയിൽ കൂടി യഥാർത്ഥമായ പ്രമാണത്തോടും യഥാർത്ഥമായ വിശ്വാസത്തോടും കൂടി അടയാളത്തെ അപേക്ഷിക്കുക. ഇത് അപേക്ഷിക്കുക, ആത്മവിശ്വാസത്തോടുകൂടി അപേക്ഷിക്കുക. നിങ്ങൾ അടയാളം അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധിയാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അപേക്ഷകളെ നമുക്ക് പ്രാപിക്കാൻ കഴിയും. നിങ്ങൾ തെറ്റായ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കാൻ പോകുന്നത്? ആ കാരണത്താലാണ് നാം ഇടറുകയും പതറുകയും ചെയ്യുന്നത്. ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയല്ല, ഇത് സംഗതികളെ നേരെയാക്കി കിട്ടുന്നതിന് വേണ്ടി പറയുകയാണ്. ഒരു സോദോമിന്റെയും ഗോമോറയുടെയും ചാരത്തിന്മേൽ എങ്ങനെയാണ് നിങ്ങൾ പണിയാൻ പോകുന്നത്? തിരികെ വരിക. സംഘടനകളും ശുശ്രൂഷകരും ജനങ്ങളെ അവരുടെ പേരൊരു പുസ്തകത്തിൽ എഴുതിയിട്ട് അവരെ ഇതും അതും മറ്റേതും എന്ന് വിളിച്ചിട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നതിന് അനുവദിച്ചിരിക്കുന്നു. അതൊരു നിന്ദയാകുന്നു. അതത്രമാത്രം അധികമായിട്ട് വിശ്വാസം എന്താണെന്ന് പോലും വളരെ അപൂർവമായിട്ടേ അതിനെക്കുറിച്ച് അവർക്ക് അറിവുള്ളൂ. അവർക്കൊരാശയുണ്ട്, എന്നാൽ വിശ്വാസമില്ല.
നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും അടിച്ചു വൃത്തിയാക്കിയിട്ട് തിരികെ എത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ അടയാളം എടുക്കുക, അതായത് യേശു ക്രിസ്തു നിങ്ങളിലാകുന്നു. പിന്നെ അത് അപേക്ഷിക്കുക. എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തോ തെറ്റായിട്ട് അവിടെയുണ്ട്. നിങ്ങൾ വീണ്ടും തിരികെ പോയിട്ട് തെറ്റായ കാര്യത്തെ കയ്യിലെടുക്കുക. അവനിത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അവനാണിത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, ഇത് അപേക്ഷിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എപ്പോഴെങ്കിലും എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:12 വായിക്കുക. നിങ്ങൾക്കത് അവിടെ കിട്ടും. എബ്രായർ 9:11 അതുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് ജീവനുള്ള ദൈവത്തെ, ജീവനുള്ള വചനത്തെ പ്രസ്താവിച്ചുകൊണ്ട് സേവ ചെയ്യുക എന്ന് പൗലോസ് പറയുന്നു. അതൊരു എബ്രായക്കാരൻ തന്റെ ബലിയായ ഒരു കൊഴുത്ത് തടിച്ച കാളയും കൊണ്ടുവന്നിട്ട് തന്റെ കൈകൾ അതിന്റെ മേൽ വെച്ചുകൊണ്ട് സ്വയം തിരിച്ചറിയുകയും അതിന്റെ രക്തം ചൊരിയുകയും നീതീകരിക്കപ്പെട്ടുകൊണ്ട് തിരികെ പോകുന്നത് പോലെ വെറുതെ ഇത് പറഞ്ഞുകൊണ്ട് പോകരുത്. യഹോവ ഇത് ആവശ്യപ്പെട്ടിരിക്കുകയും അവനത് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അടുത്ത തലമുറ ഒരുപക്ഷെ സ്വല്പം തണുത്തതായിട്ട് അതിനടുത്തത് ഒന്നുകൂടി തണുത്തതായി പോകുന്നു. പിന്നെ നടക്കുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊരു കുടുംബ പാരമ്പര്യമായി തീരുന്നു. അതാണ് ഇന്ന് പെന്തിക്കോസ്തുകാർ നമുക്കായിരിക്കുന്നത്. ഒരു കുടുംബ പാരമ്പര്യമായിരിക്കുന്നു. നാം ചെന്നിട്ട് പറയും, ഇന്ന് രാത്രിയിലെ ടെലിവിഷനിലെ പരിപാടി നല്ലതായിരുന്നില്ലേ, അവർ പള്ളിയിൽ എന്ത് ചെയ്തിരുന്നു കാണും എന്ന് ഞാൻ അതിശയിക്കുന്നു. കർത്താവായ യേശുവെ സൗഖ്യമാക്കണമേ, ദയ തോന്നണമേ. മനസ്സിലായില്ലേ? ഇതൊരു കുടുംബ പാരമ്പര്യമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു. ഞാൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അറിയാമോ? അതെ. ഇതൊരു കുടുംബ പാരമ്പര്യമായിരിക്കുന്നു. ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ യാഗങ്ങൾ എനിക്ക് വെറുപ്പാകുന്നു. അതേപോലെ തന്നെ പെന്തിക്കോസ്തുകാരുടെ യാഗങ്ങളും അവരുടെ വിഭാഗീയ സഭകളുടെ വെട്ടും ഉയർച്ചകളും അതുപോലെയുള്ള കാര്യങ്ങളും നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും പ്രവർത്തിക്കുന്ന രീതികളും ഭക്തിയുടെ ഒരു വേഷധാരണ മാത്രമാകുന്നു. പാട്ടും മേളവും കൂടുമ്പോൾ ആരെങ്കിലും കുറച്ച് നേരത്തേക്ക് മേലോട്ടും താഴോട്ടും ചാടും. അവിടെ ദൈവത്തിന്റെ വചനം കടന്നവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരു തൊട്ടി വെള്ളം അതിലൊഴിച്ച മാതിരി എല്ലാം കഴിഞ്ഞിരിക്കും. എന്താണ് കാര്യം? നിങ്ങളുടെ യാഗങ്ങൾ യഹോവയുടെ സന്നിധിയിൽ അസഹ്യമായിരിക്കുന്നു. ആ സമയത്താണ് യെശയ്യാവ് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് അവരോട്, ഞാൻ നിങ്ങൾക്കൊരു നിത്യ അടയാളം തരും, കന്യക ഗർഭിണിയാകും എന്ന് പറഞ്ഞത്. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. അത് ചത്തുപോയ ആചാരങ്ങളോ മതവിശ്വാസങ്ങളോ അല്ല, എന്നാൽ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളാകുന്നു. ഈ കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഇതുപോലെയുള്ള ചില സഭകൾ അടയാളം എന്നൊരു കാര്യമേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് നിഷേധിച്ചു കളയുന്നു. കൊള്ളാം. ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, 12 അപ്പോസ്തലന്മാർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവർക്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അതെ എന്ന് പറഞ്ഞു. എന്നാൽ വചനത്തെ വിശ്വസിക്കുന്നവരായ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാം. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് നാം അറിയുന്നു. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണെന്നും അവന്റെ ആത്മാവ് നമ്മുടെ ഇടയിലുമാണെന്നും നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? അത് അവൻ ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അത് ചെയ്യുന്നതിൽ കൂടെ അറിയാം. അതിന്റെ പ്രമാണം അതാകുന്നു. മുന്തിരിവള്ളി അത് പുറപ്പെടുവിക്കുന്ന ഫലത്താൽ അറിയപ്പെടുന്നു. എങ്കിൽ ആദ്യത്തെ മുന്തിരിവള്ളി കടന്നു വന്നിട്ട് അവർ ഒരു പ്രവർത്തികളുടെ പുസ്തകം എഴുതിയെങ്കിൽ അത് യേശു ചെയ്ത അതേ കാര്യങ്ങൾ അപ്പോസ്തലന്മാരും ചെയ്തിരിക്കുന്നതാണ്. ആ മുന്തിരിവള്ളി വീണ്ടും കടന്നു വരികയാണെങ്കിൽ അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യും. നോക്കൂ, അവൻ അനന്യനാകുന്നു എന്ന് എബ്രായർ 13:8 പറയുന്നു. ദൈവം തന്റെ വാഗ്ദത്ത വചനപ്രകാരം അവനെ നമുക്ക് വേണ്ടി ഉറപ്പിച്ചിരിക്കുന്നുവെന്ന് അത് തെളിയിക്കുന്നു. ഇതൊരു വാഗ്ദത്തത്തിന്റെ മുദ്രയാണ്. എഫെസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അടുത്ത ഉണർവ് വരെയല്ല, എന്നാൽ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 12 പ്രകാരം അതിലേക്ക് നാം സ്ഥാനപ്പെട്ടിരിക്കുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും യാതൊരു പാപവും തിരിച്ചറിയപ്പെടുന്നില്ല. ദൈവത്തിൽ നിന്നും ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അടയാളം അവിടെ കിടക്കുമ്പോൾ അവനതെങ്ങനെ കഴിയും? അവൻ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതിന്റെ തെളിവ് അടയാളമാകുന്നു. ഞാൻ പാപം ചെയ്യുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ അടയാളം സ്വീകരിച്ചിട്ടില്ല. അടയാളം വില കൊടുക്കപ്പെട്ടെന്ന് കാണിക്കുന്നതിന്റെ പ്രതിബന്ധമാകുന്നു. സാത്താൻ നിങ്ങളോടത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അതൊന്ന് ചിന്തിച്ചു നോക്കുക. സാത്താൻ നിങ്ങൾക്ക് കുറച്ച് രോഗം തരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരാൻ ശ്രമിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? അവനെ നിങ്ങളുടെ ടോക്കൺ അടയാളം കാണിക്കുക. തീർച്ചയായും ഒരു ക്രിസ്ത്യാനിയുടെ മേൽ രോഗം വരുന്നു. സാത്താനെ നിങ്ങളുടെ അടയാളം കാണിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വിലയ്ക്ക് വാങ്ങപ്പെട്ട വസ്തുവാണെന്ന് തെളിയിച്ച് കാണിക്കുക. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവന്റെ വാഗ്ദത്ത വചനത്തിന്മേലുള്ള നിങ്ങളുടെ മാറ്റമില്ലാത്ത വിശ്വാസത്തിന്മേൽ അടയാളത്തെ ഉയർത്തിപ്പിടിക്കുക. ദൈവം ഒരിക്കലൊരു മഴവില്ല് ഒരടയാളത്തിനായി തെളിവായി നിന്നു. ഞാൻ സമാപിക്കുകയാണ്. അടയാളമായിട്ട് ഒരു മഴവില്ല് തന്നു. എന്റെ പക്കൽ 10 മിനിറ്റ് കൂടിയുണ്ട്. അതിനുശേഷം പ്രാർത്ഥനയുടെ നിരയെ തുടങ്ങുന്നതാണ്. അവൻ എന്നേക്കും ആ അടയാളത്തോട് സത്യമായിട്ട് നിന്നു. അവൻ നിന്നില്ലേ? അവൻ ഇപ്പോഴും അത് ചെയ്യുന്നു. ഈ 1000ഓളം വർഷങ്ങളിൽ ഒരു വട്ടം പോലും അത് പ്രദർശിപ്പിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടിട്ടില്ല. അവൻ ഈ അടയാളത്തോട് സത്യസന്ധമായി നിന്നു എന്നുള്ളത് അവന്റെ അടയാളങ്ങളോട് അവൻ എന്നേക്കും സത്യസന്ധമായി നിൽക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നുള്ളതിനെ കാണിക്കുന്നു. യേശു വരുന്നതിന് 10,000 വർഷങ്ങൾ എടുത്താലും എനിക്കത് കാര്യമല്ല. നിങ്ങളുടെ പക്കൽ അടയാളമുണ്ടെങ്കിൽ അവൻ അടയാളത്തെ അപ്പോഴും ബഹുമാനിക്കുന്നു. അവൻ അത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു.
ശരി, അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വാസികളെ പിന്തുടരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ദേശത്തും ലോകത്തെങ്ങുമുള്ള അവിശ്വാസികളുടെ സകല വിശ്വാസക്രമങ്ങളുടെയും മുമ്പിൽ നമുക്ക് ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന്മേൽ അവന്റെ അടയാളത്തെ നാം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നതിനായി ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഈ അടയാളത്തോട് സത്യമായി നിൽക്കുകയും അത് നമ്മുടെ വില കൊടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുകയും പുനരുത്ഥാനത്തിനായി നാം സ്വീകരിക്കപ്പെട്ടിരിക്കുകയും അടയാളത്തിന്റെ ജീവൻ നമ്മിലുണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നു. അതൊരു വെട്ടുന്ന സന്ദേശമാണ്, എന്നാൽ ഇത് സത്യമാകുന്നു. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് സത്യമാകുന്നു. ദൈവം നമ്മെ സത്യം അറിയുന്നതിനായി സഹായിക്കട്ടെ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ സഭയിൽ നിന്ന് മണവാട്ടി പുറത്തു കൊണ്ടുവരുന്നതിന്റെ പുറപ്പാടിന് തൊട്ടു മുമ്പായി ഒരടയാളമായി തരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം അസംബന്ധങ്ങളുമായിട്ട് ജനങ്ങൾ ഒച്ചവെച്ചെന്നും അന്യഭാഷയിൽ സംസാരിച്ചെന്നും പറയുന്നു. ഞാൻ ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് അതിൽ ആശ്രയിച്ചുകൊണ്ട് എങ്ങനെ വചനത്തെ നിഷേധിക്കാൻ കഴിയും? അടയാളം എന്ന് പറയുന്നത് തന്നെ വചനം നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിയിച്ചുകൊണ്ട് സ്വയം ജീവിക്കുന്നതാണ്. അത് ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ എന്റെ അന്യഭാഷ വ്യാഖ്യാനിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. അതങ്ങനെയല്ല. അവൻ നിങ്ങളുടെ ജീവനെ വചനത്താൽ വ്യാഖ്യാനിക്കുന്നു. അവൻ നിങ്ങളുടെ വചനത്തെ എടുക്കുമ്പോൾ അവന്റെ വചനത്തെ നിങ്ങളിൽ കൂടെ തെളിയിക്കുകയും അവിടെ പിന്നെ വ്യാഖ്യാനത്തിന്റെ യാതൊരു ആവശ്യമുണ്ടായിരിക്കുന്നില്ല. അതവിടെ തന്നെ ഉണ്ടായിരിക്കുകയും ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാനം നടത്തുകയും നമുക്ക് ഈ കാലത്തേക്ക് ആ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. ഓ ഡല്ലാസിലെ സ്നേഹമേറിയ ഒരു ക്രിസ്ത്യാനികളുടെ കൂട്ടമേ, നിങ്ങളുടെ ചുറ്റുമായി കാണപ്പെടുന്ന ഈ ദിവസത്തെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വഹിക്കപ്പെട്ട് അങ്ങനെ പോകുവാനിടയാകരുതേ. കാരണം ഇത് നശിക്കാൻ പോവുകയാണ്. ഈ അടയാളത്തെ എല്ലായ്പ്പോഴും പ്രദർശിപ്പിക്കുക, ബൈബിൾ വായിക്കുക, അതിലുള്ള എല്ലാ കാര്യങ്ങളോടും അടുത്തു വരിക. അതിനോട് നിങ്ങളുടെ ആത്മാവ് ആമേൻ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ തിരികെ വന്നിട്ട് ഈ അടയാളത്തിന് വേണ്ടി നിങ്ങളുടെ പക്കലുള്ളത് മാറ്റുക. കാരണം നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഈ ഉച്ചനേരത്ത് അതിവിടെ പറഞ്ഞിരിക്കുന്നതിൽ വളരെ കൂടുതലായിരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഇപ്പോൾ 4:30 മണിയോടൊപ്പമായിരിക്കുന്നു. ഇപ്പോൾ 5 മണിയോടുകൂടി നമുക്ക് പ്രാർത്ഥനയുടെ നിരയുമായി കടന്നു പോകാമെങ്കിൽ അതിനുള്ള സമയമായിരിക്കുന്നു. യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുകയും വാഴുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് അടയാളമാകുന്നു. അതാണ് ആവശ്യമായിരിക്കുന്നത്. എനിക്ക് സത്യം എന്താണെന്ന് മാത്രം പറയാൻ കഴിയും. ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നതും എന്താണോ അത് മാത്രം ഞാൻ സംസാരിക്കുന്നു. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ 1000-ലും 10,000-ലും അധികം സമയം ഇത് പറയുകയും ഇത് സത്യമായിരിക്കുന്നതിൽ നിന്നും ഒരു വട്ടം പോലും പരാജയപ്പെട്ടിട്ടില്ല. എങ്കിൽ അത് ദൈവമാകേണ്ടിയിരിക്കുന്നു. അതെ, അത് ദൈവമാകേണ്ടിയിരിക്കുന്നു. ദൈവം ആർക്കെങ്കിലും ഇതുപോലൊരു ശുശ്രൂഷ അവർ എന്താണ് പറയുന്നതെന്ന് അവർ അറിയാതിരിക്കെ കൊടുക്കുമോ? അവിടെ ഒരു ദീർഘദർശിയായിട്ട് തന്നെ സ്വയം തെളിയിച്ചിട്ട് പിന്നെ ഒരു കൂട്ടിക്കലർത്തിയ വചനം അവർക്ക് കൊടുക്കുമോ? അത് നിഷേധിക്കുന്ന വ്യക്തി തന്നെയാണ് അത് കൂട്ടിക്കലർത്തുന്നത്. ദൈവം യാതൊന്നും കൂട്ടിക്കലർത്തുന്നില്ല. ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. അടയാളത്തെ സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു സഭയിലോ ഒരു സമ്പ്രദായത്തിലോ മറ്റെന്തെങ്കിലും ചേരുന്നതിൽ വിശ്രമിക്കരുത്. അടയാളത്തെ പ്രാപിക്കുക. അത് മുറുകെ പിടിച്ചുകൊള്ളുക. ഇതൊന്ന് മാത്രമേ ദൈവം തിരിച്ചറിയുന്നുള്ളൂ. നിങ്ങൾ ആ നാഴികയിലെത്തുമ്പോൾ, നിങ്ങളുടെ മരണസമയത്തെത്തുമ്പോൾ നിങ്ങൾ ഈ അടയാളം നിങ്ങളുടെ മേൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്നതാണ് നല്ലത്. അവന്റെ വരവിന്റെ നാളിലുള്ള പുനരുത്ഥാനത്തിൽ എനിക്ക് ഈ അടയാളത്തെ സമ്മാനിക്കാൻ കഴിയും. അത് ഈ ശരീരത്തിലായിരിക്കില്ല, ഇത് അഴുകിപ്പോയിരിക്കും. എന്നാൽ മരിക്കാൻ കഴിയാത്ത ആത്മാവായ നിത്യജീവനിൽ ഈ അടയാളം വിശ്രമിക്കുന്നു. ഞാൻ അവനെ അവസാന നാളിൽ ഉയർപ്പിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ യേശുക്രിസ്തു തന്നെ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അവൻ സന്ദേശവാഹകനാകുന്നു. അവൻ ഇതാ സന്ദേശമായിട്ട് ഇവിടെയാകുന്നു. അവൻ തന്റെ സന്ദേശത്തെ തെളിയിക്കുന്നതിനായി അതിന്റെ ദൂതനായി ഇവിടെയായിരിക്കുന്നു. ഞാൻ ദൂതനല്ല, അവൻ ദൂതനാകുന്നു. കൂടാതെ ഇത് സന്ദേശമാകുന്നു. ഇതുമായി വിയോജിക്കുന്ന ഒരു ആത്മാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ അത് സന്ദേശത്തിന്റെ ദൂതനാകാൻ എങ്ങനെ കഴിയും? അടയാളം മാത്രം അത് തെളിയിക്കും. ആമേൻ. എനിക്ക് ആത്മീയമായി അനുഭവപ്പെടുന്നു. എനിക്ക് വാസ്തവമായി നന്നായി അനുഭവപ്പെടുന്നു. എനിക്കിപ്പോൾ തന്നെ പറന്നു പോകാൻ കഴിയുന്നത് പോലെ അനുഭവപ്പെടുന്നു. കാരണം ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുകയും അവന്റെ പുനരുത്ഥാനത്തിൽ അവനോടൊപ്പം എന്റെ ജീവൻ തിരിച്ചറിയപ്പെട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം ഇവിടെയാകുന്നു. ഇത് സ്വീകരിക്കുക. സ്നേഹിതരെ, ദയവായി ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലെത്തുക. നാം എല്ലാവരും വേദിക്ക് ചുറ്റുമായി പ്രാർത്ഥനയ്ക്കായി കടന്നു വരാറുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അതൊരു പഴയ മെത്തഡിസ്റ്റുകാരുടെ ആശയമാണ്. ബൈബിളിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. വിശ്വസിച്ച ഏവരും സ്നാനപ്പെട്ടുവെന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയാണ്. ബൈബിളിൽ വേദിയിലേക്കുള്ള വിളി എന്നൊരു കാര്യമേ ഇല്ല. അത് നാം കൂട്ടിച്ചേർത്തിയ ഒരു കാര്യമാണ്. അത് നല്ല കാര്യമാകുന്നു. ദൈവം അനുഗ്രഹിക്കുന്നത് എന്തും കൊള്ളാം. അതവർ തുണികൾ അഭിഷേകം ചെയ്തിരുന്ന മാതിരിയാണ്. ബൈബിളിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. റൂമാലും ഒത്തിരിയും അവന്റെ മെയ്മേൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ നിങ്ങളത് സ്വീകരിക്കുന്ന ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുമാകാം. അത് നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ വേദിയായിട്ട് നന്നായിരിക്കും. അതെവിടെയായിരുന്നാലും അടയാളം നിങ്ങളുടെ മേൽ അപേക്ഷിക്കുക എന്നൊരു കാര്യം മാത്രമാകുന്നു. അതിനുശേഷം
ശേഷം നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിട്ട് ഏത് രീതിയിലുള്ള ജീവിതമാണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നതെന്ന് നോക്കിയിട്ട് അതിൽ കൂടെ അത് അപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നടക്കുക. അത് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ളതെല്ലാം ഒരു വശത്തേക്കിട്ടിട്ട് അടയാളം അപേക്ഷിക്കപ്പെടുന്നത് വരെ തിരികെ വരിക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഒരുപക്ഷെ ഞാൻ പരുഷമായി സംസാരിച്ചെന്നിരിക്കാം. എന്നാൽ കർത്താവെ, ഒരാണി നീ അടിക്കാതെ എങ്ങനെ ഉറയ്ക്കും? പിതാവേ, അത് ഈ ജനങ്ങളുടെ ഹൃദയത്തിൽ അടിച്ചുറപ്പിക്കപ്പെട്ടിട്ട് ഇതൊരു വശീകരിക്കുന്ന കാര്യമല്ലെന്ന് കാണുവാൻ ഇടയാക്കണമേ. ഞാൻ ഏതെങ്കിലും ഒരു മതസംഘടനയോ ഒരു വംശ പരമ്പരയോ ചില മതവിശ്വാസ പ്രമാണങ്ങളെയോ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ എന്നെ സ്വയമായോ മറ്റാരെങ്കിലുമോ തിരിച്ചറിയിക്കാൻ ശ്രമിക്കുകയല്ല. എന്നാൽ ഇത് യേശു ക്രിസ്തുവാകുന്നു. ഞാൻ ഈ സഭാ സംഘടന എല്ലാം കൂടി ഒരുമിച്ച് കാണുന്നു. കാരണം അവയെല്ലാം ഒരു ഡസന്റെ പകുതിയെന്നും 6 പറയുന്ന പ്രകാരം നിന്റെ വചനപ്രകാരം ഒന്നാകുന്നു. അത് വൈശ്യമാരുടെ മാതാവാണെന്ന് വെളിപാടിന്റെ 17-ാം അധ്യായത്തിൽ വേശ്യമാരുടെ മാതാവെന്ന് അതിനെ പറഞ്ഞിരിക്കുന്നു. അവർ പിന്നെ പുരുഷന്മാരല്ല, അവരെല്ലാം ലൗകികതയുടെ കിടക്കയിലേക്ക് പോയ വേശ്യമാരാണ്. നാം അത് പെന്തക്കോസ്തുകാരിലും മറ്റെല്ലായിടത്തുമായി സംഭവിച്ചു കാണുന്നു. എന്നാൽ യേശുവേ, നീ ഇപ്പോഴും യേശു തന്നെയാകുന്നു. അവർ ഒരു സഭയുടെ സന്ദേശം കേൾക്കാതെ വചനമായ ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കാൻ ഇടയാക്കണമേ. കർത്താവേ, ഇന്ന് വിശ്വാസികളുമായി നീ സ്വയം നിന്നെ തന്നെ വെളിപ്പെടുത്തി കാണിക്കണമേ. രോഗികളായവരെല്ലാം സൗഖ്യമാക്കണമേ. കർത്താവ്, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. നീ എന്റെ പാപങ്ങളെയും എന്റെ ജനങ്ങളുടെ പാപങ്ങളെയും ദയവായി ക്ഷമിക്കണമേ എന്ന് നിന്റെ ദാസനായി ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഇവരിൽ ഓരോരുത്തരും ഈ കെട്ടിടത്തിന്റെ ചിലവുകൾക്കായി വഴിപാടുകളിൽ കൂടി സഹായിക്കുകയും അവരുടെ കാശ് ചിലവഴിക്കുകയും അവർക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓ ദൈവമേ, അവരിൽ ഒരാൾ പോലും ഇത് വിട്ടുപോകാൻ ഇടയാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അത് പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഞാനിത് ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. എന്നിരിക്കലും കർത്താവെ, ഇത് കണിശമായിരിക്കണം. തെറ്റിദ്ധരുത്തുന്നത് സ്നേഹമാണെന്ന് ഞങ്ങൾ അറിയുന്നു. സ്നേഹം തെറ്റിദ്ധരുത്തലാകുന്നു. ആ കാരണത്താൽ നീ നിന്റെ ജനങ്ങളെ നേരെയാക്കിയിരിക്കുന്നു. കാരണം നീ അവരെ സ്നേഹിക്കുകയും എല്ലാ പാപങ്ങൾക്കും ഉത്തരം നൽകപ്പെടേണ്ടിയിരിക്കുന്നു. പിതാവേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നീ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നിൽ നിന്നും വളരെ ദൂരത്തായി അലഞ്ഞിരിക്കുന്നു. ഞാൻ പെന്തക്കോസ്തുകാരായി ജനങ്ങളോടൊപ്പം തിരിച്ചറിയപ്പെടുന്നു. ഞാൻ അവരിൽ ഒരുവനാകുന്നു. ദൈവമേ, നീ ഞങ്ങളോടെല്ലാവരോടും ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നേതൃത്വക്കാരിൽ ചിലരെ എടുത്ത് തിരിച്ചിട്ട് അവർ ഒരു വട്ടം കാൽവരിയിലേക്ക് നോക്കുവാനും പിന്നെ അവർ എന്തായിരിക്കുമെന്നും ഒരു മൂപ്പനോ ഒരു ബിഷപ്പോ അല്ലെങ്കിൽ എന്തായിരുന്നാലും അത് മറന്നിട്ട് അവന്റെ രാജ്യത്തിൽ ഞങ്ങൾ ആരും വലിയവരല്ല എന്ന് കാണുവാനും നാം എല്ലാവരും ദൈവമക്കളാണെന്ന് മനസ്സിലാക്കുവാനും നീ ഇടയാക്കണമേ. നീ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം തിരിച്ചറിയാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ പ്രാർത്ഥനയുടെ നിര തുടങ്ങുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഒരിക്കലും അതിൽ ഉൾപ്പെടാൻ ഇടയാകാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിനായി ദൈവം തന്നെ അത് തിരിച്ചറിയാൻ ഇടയാക്കട്ടെ. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ വിശുദ്ധ യോഹന്നാന്റെ 14:12 പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും അതാരെങ്കിലും അവനിൽ ഉണ്ടാക്കി വിശ്വസിക്കുകയല്ല, എന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആരോ പറഞ്ഞു. അത് ശരിയാണ്. എന്നിട്ട് പറഞ്ഞു, നാം സുവിശേഷം പ്രസംഗിക്കുന്നു, അത് വലിയ കാര്യമാണ്. അവൻ ചെയ്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതെന്നെ തെളിയിച്ചു തരും. അതിനുശേഷം നമുക്ക് വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതിലും കൂടുതൽ കാര്യങ്ങൾ അവനിപ്പോൾ ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ കഴിയും. അത് സുവിശേഷം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, അത് അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും ഉൾപ്പെട്ടതായിരുന്നു. അതിനുവേണ്ടി ഇപ്പോൾ സമയമില്ല. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിട്ട് 2000 വർഷങ്ങൾക്ക് ശേഷം അവനെ ഇവിടെ ജീവനോടെ നമുക്ക് സമ്മാനിക്കുകയും ചെയ്ത സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശം സത്യമാണെന്ന് തിരിച്ചറിയാൻ ഇടയാക്കട്ടെ. അടയാളം അപേക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അസുഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവരായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാർത്ഥതയോടെ അവനോട് പറയുക, കർത്താവെ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് നിന്നെ തൊടാൻ കഴിയുന്ന മഹാപുരോഹിതനായി നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നീ ഞങ്ങളോടൊപ്പം ഇവിടെ സന്നിഹിതനാണെന്ന് ഇവിടെയുള്ള ഈ ശുശ്രൂഷകൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എങ്കിൽ നീ ഞങ്ങളോടൊപ്പം ഇവിടെ സന്നിഹിതനായിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. എന്തെങ്കിലും പറയുന്നതിനായി ഇത് ദൈവത്തെ അപേക്ഷിച്ചിരിക്കുന്നു. എന്തൊരു സമയമാകുന്നു! ഓ, അവൻ വരുമ്പോൾ അതെങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. അപ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകും. ആമേൻ. ഒരു പിശാചിനും യാതൊന്നും നിങ്ങളോട് ചെയ്യാൻ കഴിയില്ല. അവൻ തോൽക്കപ്പെട്ടവനാകുന്നു. എന്റെ കർത്താവിയുടെ സന്നിഹിതനായിരിക്കുന്നു.
ഇപ്പോൾ എല്ലാം അവൻ നമ്മുടെ കൈവശമാക്കിയിരിക്കുന്നു. ആമേൻ. ദയവായി വളരെ ശാന്തമായിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. നിശബ്ദരായി നിന്നുകൊള്ളുക. വീൽ കസേരകളിലും മറ്റും ഇരിക്കുന്നവർ നിങ്ങൾ നിസ്സഹായരാണെന്ന് വിചാരിക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി പോയിട്ട് വീണ്ടും വീണ്ടും പരാജയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശുശ്രൂഷകൻ അല്ല അവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ വിശ്വാസമായിട്ട് നിങ്ങൾ യാതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ ഇതാ പ്രകാശം ഇവിടെ പിന്നിലായിരിക്കുന്ന കറുത്ത നിറക്കാരിയായ ഒരു മഹിളയുടെ മേലായിരിക്കുന്നു. അവരെ പ്രകാരം കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയും അതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ, നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകനായി അല്ലെങ്കിൽ അവന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞുകൂടാ, കാരണം അത് ജനങ്ങളെ വളരെയധികം ഇടറിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല ഇവിടെ ഇതാ ഒരു വെള്ളക്കാരനായ മനുഷ്യനും ഒരു കറുത്ത വർഗക്കാരിയായ സ്ത്രീയും നമ്മുടെ കർത്താവും കിണറ്റുകരയിലെ സ്ത്രീയും രണ്ട് വ്യത്യസ്ത വർഗക്കാരായി നിന്ന പോലെ നിൽക്കുന്നു. അവനവരെ യാതൊരു വർഗഭേദവും ഇല്ലെന്നറിയാൻ ഇടയാക്കി. നമ്മുടെ നിറത്തിന് അതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നമുക്ക് തമ്മിൽ മറ്റൊരാൾക്ക് രക്തം പകരുവാൻ കഴിയും. ദൈവം മനുഷ്യജാതിയൊക്കെയും ഒരു രക്തത്തിൽ നിന്നുമുണ്ടാക്കി. നിങ്ങൾക്ക് തലവേദനയുണ്ട്. അത് ഭയങ്കരമായ തലവേദനയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്. അത് ആ കുട്ടിക്ക് വേണ്ടിയാണ്. അത് മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിക്കും സത്യമാണ്. അത് സത്യമല്ലേ? അത് ശരി തന്നെ. നിങ്ങളുടെ അപ്പുറത്തായിരിക്കുന്ന ഈ മഹിള നിങ്ങളെ പരിചയമുള്ളവളായി കാണപ്പെടുന്നു. അത് നിങ്ങളുടെ അമ്മയാണ്. അത് ശരിയാണ്. അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. മഹിളെ, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഴപ്പം നിങ്ങളുടെ ഒരു വശത്തായി നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ശരി തന്നെ. നിങ്ങളുടെ വലതു ഭാഗത്താണ് വേദന. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തുക. അത് നിങ്ങളെ ഇനിയും വിഷമിപ്പിക്കുകയില്ല. നിങ്ങൾ ആരാണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ശ്രീമതി ലോവലാകുന്നു. ശരി, എങ്കിൽ നിങ്ങളുടെ വഴിയിൽ പോയിക്കൊള്ളുക. കർത്താവ് യേശു നിങ്ങളുടെ അപേക്ഷയെ നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നു. അവിടെ നേരെ അവസാനത്തായിട്ട് വേറൊരു കറുത്ത നിറക്കാരിയ മഹിള ഇരിക്കുന്നുണ്ട്. അവർ തുണ്ടം തുണ്ടമാക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നു. അവർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരത് വിശ്വസിക്കുന്നു. അവരുടെ അടുക്കലായി ഈ സംഗതിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അവർ വൃക്കരോഗത്താൽ കഷ്ടപ്പെടുന്നു. അത് ശരിയാണ്. അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അവൻ നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എല്ലാം സാധ്യമാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെയുള്ള കറുത്ത നിറക്കാരായ ജനങ്ങളെ നോക്കുക. വെള്ളക്കാരായ നിങ്ങളുടെ വിശ്വാസം എവിടെയാകുന്നു? ഇവിടെ ഇതാ വേറൊരു കറുത്ത നിറക്കാരിയായ സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഒരുവിധം തടിച്ച സ്ത്രീയാണ്. അവൾക്ക് കാലിന്റെ മുട്ടിന്മേൽ കുഴപ്പമുണ്ട്. അവർക്ക് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. അത് ഹൃദയരോഗമാണ്. അതെ, അവർക്ക് ക്ഷീണമുണ്ട്. കൂടാതെ പരിഭ്രമവും അതുപോലെയുള്ള കാര്യങ്ങളും. വിശേഷിച്ചും അവർ കിടക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വാസമുട്ടലാകുന്നു. അത് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചിരുന്നു. ഓർക്കുക, ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കുകയല്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയാം. ഇതിനുവേണ്ടി ഇന്ന് നിങ്ങൾ വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ അതിനുവേണ്ടി നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് വാദത്തിന്റെ അസുഖമായതിനാൽ കഷ്ടിച്ച് എഴുന്നേൽക്കാൻ കഴിയുന്നുള്ളൂ. അത് ശരിയാണ്. മറ്റൊരു കാര്യം എന്താണെന്നാൽ നിങ്ങൾക്ക് വയറ്റിൽ കുഴപ്പമുണ്ട്. അത് വയറിനുള്ളിൽ ഒരു വളർച്ചയാണ്. അത് സത്യമാകുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകനായി വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയൊക്കെയായാലും ഞാനിത് പറയുന്നു. വിശ്വസിക്കുക, നിങ്ങൾ സുഖപ്പെടും. നിങ്ങളുടെ വയറ്റുവേദന എങ്ങനെയുണ്ട്? നിങ്ങൾ അവിടെ ഇരിക്കെ തന്നെ ദൈവം നിങ്ങളുടെ വയറ്റുവേദന സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റുവേദനയിൽ നിന്നും സൗഖ്യം പ്രാപിക്കാൻ കഴിയും. ആമേൻ. നിങ്ങൾ പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. മഹിളെ, നിങ്ങൾ പുകവലി ഉപേക്ഷിച്ച് കളയുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വളരെ സമയമായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും കൂടാതെ നിങ്ങൾക്ക് വയറ്റിൽ കുഴപ്പമുണ്ട്. അതോടൊപ്പം പുകവലി വിട്ടുകളയാൻ ശ്രമിക്കുകയുമായിരുന്നു. അതാണ് നിങ്ങൾക്ക് വയറ്റുവേദന ഉണ്ടാക്കുന്നത്. നിങ്ങളത് ഉപേക്ഷിച്ച് കളയുമോ? നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ അവനെ തൊട്ടതിനാൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളിൽ നിന്നും അതിനെ മുഷിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനായി വെല്ലുവിളിക്കുന്നു. ഇവിടെ ഇതാ ഒരു സ്ത്രീ ക്യാൻസർ രോഗത്താൽ ആശുപത്രിയിൽ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയമേറിയ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ഒരു അങ്കിളാകുന്നു. അത് ശരിയാണ്. നിങ്ങളൊരു ശുശ്രൂഷകന്റെ ഭാര്യയാണ്. ആ വ്യക്തി സുഖപ്പെടുമെന്ന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനായി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് യേശു ക്രിസ്തുവിന്റെ തിരിച്ചറിയിക്കലാകുന്നു. ക്രിസ്തു എന്താകുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവൻ വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവത്തിന്റെ വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ അന്ത്യനാളുകളിൽ വചനം നമ്മുടെ ഇടയിലായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെ എടുത്തിട്ട്
യേശു ക്രിസ്തുവായ അടയാളത്തെ തിരിച്ചറിയിക്കുന്നതാണ്. ആമേൻ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥനയുടെ കാർഡുകൾ എത്ര പേരുടെ പക്കലുണ്ട്? പ്രാർത്ഥനയുടെ കാർഡുകളുമായി ഈ വശത്ത് നിൽക്കുന്നവരെല്ലാം ഇവിടെ ഒരു നിരയിലായി നിൽക്കുക. മറ്റേ വശത്തുള്ളവർ അവിടെ എഴുന്നേറ്റ് നിൽക്കുക. കൂടാതെ മറ്റു ഭാഗങ്ങളിലായിട്ടുള്ളവർ ഇടനാഴിയിൽ എഴുന്നേറ്റ് നിരയായി നിൽക്കുക. അല്ല, വലതുഭാഗത്തുള്ള ഇടനാഴിയിൽ നിൽക്കുക. ദയവായി അവിടെ തന്നെ നിൽക്കുക. ദ്വാരപാലകന്മാർ അവരുടെ സ്ഥാനത്ത് എടുത്തുകൊള്ളുക. ആദ്യം ഈ വശത്തുള്ളവർ കടന്നുപോയി കഴിയുമ്പോൾ മറ്റേ വശത്തുള്ളവർ എഴുന്നേറ്റ് അവരുടെ പിന്നിലായി കടന്നു വരിക. അത് നേരെ മറിച്ചുമാകുക. ഇപ്പോൾ എല്ലാവരും ആദരവോടെ ഇരുന്നു കൊള്ളുക. പരിശുദ്ധാത്മാവ് യോഗത്തെ എടുത്തിട്ട് തെളിയിക്കുന്നതിനായി ധാരാളം കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവനിവിടെ സന്നിഹിതനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് അടയാളമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇത് വചനമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ വചനം ഹൃദയത്തിലെ വിചാരങ്ങളെ വിവേചിക്കുന്നുവെന്ന് എബ്രായരുടെ ലേഖനത്തിൽ പറയുന്നതിനെ കുറിച്ച് എത്ര പേർക്കറിയാം? അത് എത്ര പേർക്കറിയാം? ആ കാരണത്താൽ യേശുവിന് അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിയാൻ കഴിഞ്ഞിരുന്നു. കാരണം അവൻ വചനമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം? എത്ര പേർ അത് വിശ്വസിക്കുന്നു? അത് തന്നെ പ്രവാചകന്മാരായിരുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവരുടെ പക്കലാണ് വചനം വന്നിരുന്നത്. ഇപ്പോൾ വചനം നമ്മുടെ അടുക്കലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ അതേ കാര്യം തന്നെ അത് ചെയ്യുകയില്ലേ? എങ്കിൽ വചനത്തെ തിരിച്ചറിയിക്കുന്ന വചനത്താൽ തെറ്റായിരിക്കുന്നത് എങ്ങനെയാണ്? ഹോ, ദേ തോന്നണമേ. ആദരവോടെ ഇരുന്നു കൊള്ളുക. ഹേ, ഇവിടെ ഇരിക്കുന്ന ഈ മഹിളയുടെ ഹൃദയത്തിലും എന്തോ ഒരു കാര്യമുണ്ട്. ഞാൻ യാദൃച്ഛികമായി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് കണ്ടുപിടിക്കാനിടയായി. നിങ്ങൾ ശ്രീമതി ഗ്രാൻഡ് അല്ലേ? ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രീമതി ഗ്രാൻഡ് ആകുന്നു. കാരണം ഞാൻ നിങ്ങളോടൊപ്പം അത് കാണുന്നു. ഒരു ഭയാശങ്ക നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മകന് എന്തോ അവന്റെ രക്തം ഇറ്റിറ്റ് വീഴുന്നത് പോലെയാകുന്നു. നിങ്ങളിത് വിശ്വസിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ആമേൻ. അവൻ പരിസ്ഥിതിയുടെ നായകനാകുന്നു. അവൻ മരണത്തിന്റെ നായകനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ സാന്നിധ്യം ഈ കെട്ടിടത്തിൽ ഞങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവാകുന്നു എന്ന് ഞങ്ങൾ ബോധമുള്ളവരാകുന്നു. കർത്താവ്, ഈ റൂമാലുകൾ ധരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ നിന്റെ ജനങ്ങൾ നിന്റെ കൽപ്പന പ്രകാരം വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ വഴിയിൽ സമുദ്രം മറികടക്കുന്നതിനായി ചെങ്കടലിന്റെ മുമ്പിൽ അവർക്ക് നിൽക്കേണ്ടി വന്നുവെന്ന് ബൈബിളിൽ ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അഗ്നിസ്തംഭത്തിൽ കൂടി കോപത്തോടെ സമുദ്രത്തെ നോക്കുകയും സമുദ്രം പേടിച്ചിട്ട് പിന്നിലേക്ക് മാറുകയും ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് അവന്റെ കൽപ്പന പ്രകാരം കടന്നു പോവുകയും ചെയ്തു. ഓ ദൈവമായ കർത്താവേ, നിന്റെ കണ്ണുകൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഈ തുവാലകളുടെ മേലെയായി ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ അടയാളത്തിലേക്ക് നോക്കണമേ. ഇത് ധരിക്കുന്ന എല്ലാവരുടെ മേലുമുള്ള രോഗങ്ങൾ പേടിച്ചിട്ട് അവരെ വിട്ടുമാറുന്നതിനും നിന്റെ ജനങ്ങൾ നല്ല ആരോഗ്യത്തിലേക്ക് മറികടക്കുന്നതിനും ഇടയാക്കണമേ. വിശ്വാസത്താലുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്രകാരമാകുവാൻ ഇടയാക്കണമേ. ആമേൻ. വിശ്വസിക്കുന്നവരായ മെത്തഡിസ്റ്റ് പ്രാസംഗികരായും ബാപ്റ്റിസ്റ്റ് പ്രാസംഗികരായും പ്രസ്ബിറ്റേറിയൻ പ്രാസംഗികരായും ലൂഥറൻ പ്രാസംഗികരായും അല്ലെങ്കിൽ പെന്തിക്കോസ്തുകാരായ പ്രാസംഗികരായും എത്ര പേർ ഇവിടെയുണ്ട്? ഇത് സത്യമാണെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? എങ്കിൽ നാം രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്ന് എന്റെ അടുക്കൽ നിൽക്കുക. വിശ്വസിക്കുന്നവരായ എല്ലാ പ്രാസംഗികരും ഇവിടെ കടന്നു വരിക. ഇത് നന്നായിരിക്കുന്നുവല്ലേ സഹോദരൻ ഗ്രാൻഡ്? അത് ശരിയല്ലേ സഹോദര? ഇവിടെ കടന്നു വരിക. സഹോദരൻ ഗ്രാൻഡിന്റെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അദ്ദേഹം ഒരു യോദ്ധാവും ഒരു നല്ല മനുഷ്യനുമാകുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരമരളുന്ന ഒരു മനുഷ്യനാകുന്നു സഹോദരൻ ഗ്രാൻഡ്. എന്റെ കരങ്ങൾ അദ്ദേഹത്തിന്റെ തോളിൽ വെച്ചുകൊണ്ട് അത് പറയുന്നതിനും അദ്ദേഹം എന്റെ സഹോദരനാണെന്ന് പറയുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹം എന്നോടൊപ്പം ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ പോകുന്നതാണ്. നിങ്ങൾ ഈ നിരയിൽ കൂടി കടന്നു വരുമ്പോൾ നിങ്ങൾ കുരിശിനടിയിൽ കൂടി കടന്നു വരുന്നത് പോലെ വരിക. സഹോദരന്മാർ ഇപ്പോൾ ഇവിടെ ഒരു വരിയും അവിടെയായിട്ട് വേറൊരു വരിയും ഇവിടെയായിട്ട് 2 വരികളും ഉണ്ടാക്കുക. Brother Roy Borders, where are you at? Brother Roy Borders, I thought he was here. സഹോദരൻ റോയ് ബോർഡേഴ്സ്, നിങ്ങൾ എവിടെയാകുന്നു? സഹോദരൻ റോയ് ബോർഡേഴ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. Looking here at the ministers, would you? ശുശ്രൂഷകരായ നിങ്ങൾ ഇവിടേക്ക് നോക്കുക. കൂടാതെ സഹോദരന്മാരെ അവിടേക്ക് നോക്കുക. അതെന്നെ നന്നായി അനുഭവപ്പെടുത്തുന്നു. കുരിശിന്റെ പടയാളികളായി ഈ ശുശ്രൂഷകർ സ്വയം അവരെ തന്നെ ഈ സന്ദേശവുമായിട്ട് തിരിച്ചറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്ത് സംഭവിക്കാൻ കഴിയും? ഇപ്പോൾ അത് ശുശ്രൂഷകളുടെ മേലായി വിട്ടുകളയരുത്. അവർ അവരെ തന്നെ തിരിച്ചറിയിക്കുന്നതിനായി വന്നിരിക്കുന്നു. നിങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അടയാളം മുമ്പിലായി പിടിച്ചുകൊണ്ട് കർത്താവായ യേശുവേ, ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞിരിക്കുന്നു. അതിന് പകരമായി നീ പരിശുദ്ധാത്മ സ്നാനം എനിക്ക് തന്നിരിക്കുന്നു. ഞാനൊരു വിലയ്ക്ക് വാങ്ങപ്പെട്ട ഉത്പന്നമാകുന്നു. പാപത്തിനോ രോഗത്തിനോ മറ്റ് യാതൊന്നിനും തന്നെ എന്നെ ഇതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ കഴിയുകയില്ല. ഞാൻ നേരെ മുമ്പോട്ട് നീങ്ങുന്നു എന്ന് പറയുക. ഓ, അത് നിങ്ങളുടെ മുമ്പിലായി പിടിച്ചുകൊണ്ട് ഇതുവഴി കടന്നു പോകുക. ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുകയും നിങ്ങൾ ഇവിടെ നിന്നും ആനന്ദിച്ചും സന്തോഷിച്ചും സുഖപ്പെട്ടും പോകുവാനിടയാക്കും. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നാം ഓരോരുത്തരും സഹോദരന്മാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നമ്മുടെ തലകളെ വണങ്ങാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. നമുക്കൊന്നും തന്നെ അറിയില്ല.
ഇന്ന് ഉച്ചനേരത്ത് ഈ കെട്ടിടത്തിൽ നിന്നും ഒരൊറ്റ വ്യക്തി പോലും രോഗിയായി പോകുന്നതിന് യാതൊരു കാരണവുമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ആ അടയാളത്തെയും പിടിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി കടന്നു പോകുക. അവിടെ ശുശ്രൂഷകരായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച സേവകരായ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മേൽ കൈവയ്ക്കുന്നതാണ്. സഹോദരൻ ബ്രഹാം, നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അത് നിങ്ങൾ ഓരോരുത്തരും ഞാൻ രോഗശാന്തിക്കാരനല്ല എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാകുന്നു. ഈ മനുഷ്യർക്കും മറ്റേതൊരു മനുഷ്യനെയും പോലെ രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അധികാരമുണ്ട്. തുറന്നു പറയുകയാണെങ്കിൽ ദൈവം എന്നെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഞാൻ ക്ഷീണിച്ച് തളർന്നു വരിക്കുന്നു. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇതാ അവർ അതിന്റെ മധ്യ അവരെ തന്നെ തിരിച്ചറിയിച്ചുകൊണ്ട് അവരുടെ സ്ഥാനത്തെ എടുക്കുന്നതിൽ ലജ്ജിക്കാതെ നിൽക്കുന്നു. ഇതുപോലുള്ള മനുഷ്യരെ ഞാൻ വിലമതിക്കുന്നു. ഇപ്പോൾ സഹോദരന്മാരെ, നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുത്തുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഒരുവനാകുന്നു. ദൈവം ജീവങ്കിലേക്ക് മുൻനിർണയിച്ച് ടെക്സാസിലുള്ള എല്ലാ മത്സ്യങ്ങളെയും പിടിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടി ഞാനാണ് നിങ്ങളോടൊപ്പം വല നെയ്തത്. ഞാൻ എനിക്ക് കഴിയാവുന്നത്രയും നന്നായി ശ്രമിക്കുന്നു. ഞാൻ 100% നിങ്ങളോടൊപ്പമാകുന്നു. ചിലപ്പോൾ ഞാൻ സഭാ സംഘടനകളെയും മറ്റും കുറിച്ച് ശാസിക്കുകയും ഒച്ചവെക്കുകയും ചെയ്യും. അത് ഞാൻ എന്റെ സഹോദരന്മാർക്ക് എതിരാണെന്ന് അർത്ഥമാക്കുന്നില്ല. നമ്മെ സഹോദരന്മാരായിരിക്കുന്നതിൽ നിന്നും വേർപെടുത്തുന്ന സമ്പ്രദായത്തിന് ഞാൻ എതിരാകുന്നു എന്നത് അർത്ഥമാക്കുന്നു. കാരണം അത് ചില മതപരമായ ഉപദേശങ്ങളാകുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടെ നാം സഹോദരന്മാരാണ്. നാം ഒരേ അടയാളത്തെ തന്നെ പിടിച്ചിരിക്കുന്നു. നാം ഏക രക്തത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. സഹോദരന്മാരായ നാം എല്ലാവർക്കും ഈ രക്തത്തിനടിയിൽ കണ്ടുമുട്ടാൻ കഴിയും. നമുക്ക് കഴിയില്ലേ? ഞാനൊരു ബാപ്റ്റിസ്റ്റുകാരനായി നിയോഗിക്കപ്പെട്ടിരുന്നു. ഒരുപക്ഷെ നിങ്ങളൊരു മെത്തഡിസ്റ്റോ ലൂഥറനോ പ്രസ്ബിറ്റേറിയനോ പെന്തിക്കോസ്തുകാരനോ വൺനെസ്സോ ടൂനെസ്സോ ത്രീനെസ്സോ കാരനോ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് കാരനോ ആയിരിക്കാം. അതെന്ത് തന്നെയായാലും അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നമുക്കിതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ നമുക്കത് മറന്നു കളയാം. നമുക്ക് തമ്മിൽ യോജിക്കാൻ കഴിയുന്ന കാര്യം എന്നത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും നമുക്ക് ഈ അടയാളത്തെ തരികയും ചെയ്തെന്ന ഏക കാര്യമാണ്. നാം നമ്മുടെ പ്രാർത്ഥനകളെ ഈ നിരയിൽ കൂടി കടന്നു പോകുന്ന സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മേൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ സമ്പൂർണ്ണ ഹൃദയത്തോടെ ഇത് വിശ്വസിക്കുന്നു. ഞാൻ എന്തോ സംഭവിച്ചു കണ്ടിരിക്കുന്നു. ആമേൻ. എനിക്ക് ആവേശമേറിയിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നതായി എനിക്കറിയാം. എന്നാൽ എനിക്ക് അമിതാവേശം അനുഭവപ്പെടുന്നു. എനിക്ക് ഈ രീതിയിൽ തന്നെ നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ ശ്രീമാൻ, എനിക്ക് ഈ രീതിയിൽ തന്നെ അത്ഭുതകരമായി തോന്നുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ സഹോദരന്മാരോടൊപ്പം തിരിച്ചറിയപ്പെടുന്നതിനായി ഞാൻ ഈ പ്രസംഗവേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അടയാളങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കെ ഞാൻ സ്വയം എന്നെ തന്നെ അവരോടൊപ്പം തിരിച്ചറിയിക്കുന്നു. അവരോടൊപ്പം രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്നതിന്റെ കൽപ്പനയെ അനുസരിക്കുന്നു. ഇതുവഴി കടന്നു പോകുന്ന ഓരോ വ്യക്തിയെയും അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുകയും അവർ വീണ്ടും ജനിച്ച ദൈവമക്കളാണെന്നും അവരിത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നതിനെ അടയാളത്തെ സമർപ്പിച്ചുകൊണ്ട് പോകാനിടയാക്കണമേ. അവരുടെ ശരീരത്തിലുള്ള രോഗത്തെയും പീഡകളെയും ശപിച്ചുകൊണ്ട് കടന്നു പോകാനിടയാക്കണമേ. അവരുടെ വിശ്വാസം അവരെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആനന്ദിച്ചുകൊണ്ട് കടന്നു പോകാനിടയാക്കണമേ. ദൈവമായ കർത്താവേ, പഴയ നിയമപ്രകാരം ബലിക്കുഞ്ഞാടിന് മേൽ അവരുടെ കൈകൾ വെച്ച് അവരുടെ യാഗമായി തിരിച്ചറിയപ്പെട്ടിരുന്നത് പോലെ ഞങ്ങളുടെ യാഗമായ യേശു ക്രിസ്തുവിന്റെ മേൽ ഞങ്ങളുടെ കൈകളെ വെച്ചുകൊണ്ട് അവനോടൊപ്പം ഞങ്ങളെ തന്നെ തിരിച്ചറിയിക്കുന്നു. അവന്റെ ശുശ്രൂഷയിൽ അവന്റെ കരങ്ങളെ ഞങ്ങളുടെ മേൽ വെക്കുകയും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവനെ തന്നെ ഞങ്ങളോടൊപ്പം തിരിച്ചറിയാൻ ഇവിടെയാക്കി. ഞങ്ങളുടെ വിശ്വാസത്തെ ഈ രോഗികളായവരോടൊപ്പം തിരിച്ചറിയിച്ചുകൊണ്ട് അവരുടെ മേൽ ഞങ്ങളുടെ കൈകളെ വെക്കുന്നു. രോഗം മാറേണ്ടിയിരിക്കുന്നു. ഞങ്ങളത് സ്വീകരിക്കാനായി ഇവിടേക്ക് നടന്നിറങ്ങുമ്പോൾ അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവാനിടയാകട്ടെ. സഭ മുഴുവനായി ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കട്ടെ. റോയോ മറ്റാരെങ്കിലും ഈ മൈക്രോഫോണിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പ്രാർത്ഥനയുടെ നിരയാക്കുക. ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് കടന്നു വരിക. അതോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരിക. ഞങ്ങൾ രോഗികളുടെ മേൽ കൈമാത്രം വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചും കൊണ്ട് നേരെ കടന്നു വരിക. ഈ ശുശ്രൂഷകളുടെ നിരയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരു ഊന്നുകോലിന്റെ സഹായത്താലാണ് നടക്കുന്നതെങ്കിൽ അതവിടെ ഇട്ടിട്ട് നടന്നു പോകുക. നിങ്ങൾക്ക് ക്യാൻസറോ അതുപോലെയുള്ള അസുഖമോ ആണെങ്കിൽ പറയുക, ഡോക്ടർ തനിക്ക് കഴിയാവുന്നതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ മരിക്കാൻ പോകുന്നില്ല. കർത്താവ്, ഇതാ എന്റെ അടയാളം. നീ എനിക്ക് 70 വയസ്സ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാനിത് ചെയ്തുകൊണ്ട് ഇതിൽ കൂടെ കടന്നു പോകുന്നു എന്ന് പറയുക. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇത് ചെയ്യുമോ? യേശുവിന്റെ നാമത്തിൽ അപ്രകാരമായിരിക്കട്ടെ. ആമേൻ. ശരി, ഇപ്പോൾ നിരയായി കടന്നു വരട്ടെ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഓ, അവൻ അത്ഭുതവാനല്ലേ. അവരിൽ ചിലർ കിടക്കയിലും ഊന്നുവടിയുമായി കടന്നു വന്നിരുന്നു. എന്നാൽ അവർ എഴുന്നേറ്റ് നടന്നുപോയി. അവയെല്ലാം അവിടെ ഇട്ടിട്ട് നടന്നുപോയി. ഓ, ഇപ്പോൾ വിശ്വസിക്കാവുന്നവർക്കെല്ലാം സൗഖ്യം പ്രാപിക്കാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന പാട്ടിന് ഇപ്പോൾ സഹോദരി രാഗം കൊടുക്കുമോ? ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ശബ്ദമുയർത്തി നമ്മുടെ കരങ്ങളെയും ഹൃദയത്തെയും ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ എന്ന പാട്ട് പാടാം.
just my salvation on Calvary. ഒരു മഹിള ഇതാ ചക്രക്കസേരയിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരുടെ സഹായത്താൽ ഇവിടേക്ക് നടന്നു വരുന്നു. നമ്മുടെ കരങ്ങളെ ദൈവത്തിങ്കിലേക്ക് വീശിക്കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് വീണ്ടും പാടാം. Just my salvation on Calvary. നമുക്കെല്ലാവർക്കും കൂടി ഇപ്പോൾ അവനെ സ്തുതിക്കാം. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ യേശുവേ, നിന്റെ നന്മയ്ക്ക് നിന്റെ സാന്നിധ്യത്തിനുമായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ അടയാളത്തിനായി നന്ദി പറയുന്നു. നാം രക്ഷിക്കപ്പെട്ടിരിക്കുകയും ആത്മാവിൽ നിറയുകയും ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ പൊങ്ങിമറിയിക്കുകയും ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ ഇതിനുവേണ്ടി എത്രയധികം നിനക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നിനക്ക് നന്ദി പറയുന്നു. ആമേൻ, ആമേൻ. എല്ലാവരും തമ്മിൽ കൈകൾ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. Are you going to just just my salvation on ഇപ്പോൾ ഞാൻ ഈ യോഗത്തെ പിരിച്ചുവിടുന്നതിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരൻ ഗ്രാൻഡിന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ നാം എല്ലാവരും ആദരവോടെ തലകുനിച്ച് നിൽക്കുക. ആദ്യമായിട്ട് കർത്താവിനെ അവന്റെ നന്മയ്ക്കായിട്ടും അവന്റെ കരുണയ്ക്കായിട്ടും നാം ഇവിടെ ഏകരല്ല എന്നുള്ളതിന്റെ ഉറപ്പ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നതിനായി നന്ദി പറയുന്നു. നമ്മുടെ മഹാനായ മുഖ്യ നായകൻ നമ്മോട് കൂടെ ആയിരിക്കുന്നു. രാജാവിന്റെ നാദം പാളയത്തിലായിരിക്കുന്നു. അവന്റെ വലിയ ശക്തിയെയും അവന്റെ കരുണയും കാണാനിടയായതിൽ നാം കർത്താവിന് നന്ദി പറയുന്നു. ഇപ്പോൾ ആദരവോടെ നമ്മുടെ തലകളെ വണങ്ങാം. സഹോദരൻ ഗ്രാൻഡ്.